ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജയ് ബോൾ സദ്ഗുരു മഹാരാജ് കീ ജയ്. ഒരു കീർത്തനം ചൊല്ലി നമുക്ക് തുടങ്ങാം. ഓടിവാ ഓടിവാ വാ കണ്ണാ ഓടക്കുഴലൂതി, കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബാലരുമായി. ഓടിവാ കണ്ണാ ഓടക്കുഴലൂതി, കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബാലരുമായി. പീലിക്കാർ കൂന്തൽ കെട്ടിൽ മുല്ലമാലയും മേലെ ചാർത്തി, കുങ്കുമപ്പൊട്ടു തൊട്ടു കള്ള പുഞ്ചിരി തൂകി തൂകി. ഓടിവാ കണ്ണാ ഓടക്കുഴലൂതി, കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബാലരുമാ. പട്ടുകൗപീനം കെട്ടി നല്ല മഞ്ഞ പൂഞ്ചേല ചുറ്റി, കാൽ ചിലമ്പണിഞ്ഞു കയ്യിൽ കാളിമേക്കുന്ന കോളും. ഓടിവാ ഓടിവാ ഓടക്കുഴലൂതി, കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബാലരുമാ. പാളയ്ക്ക മോതിരവും വനമാലയും ചാർത്തിക്കണ്ണൻ, ഏലസും പൊൻചിലമ്പും പൊന്നിൻ കിങ്ങിനിയും കിലുക്കി. ഓടിവാ ഓടിവാ ഓടക്കുഴലൂതി, കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബാലരുമാ. ഉന്നിക്കാൽ കൊണ്ടു താളം മെല്ലെ വച്ചു നടന്നു കണ്ണൻ, പുണ്യമാമമ്പാടിയും പരിപൂർണമാമമ്പാടിയും. ഓടിവാ കണ്ണാ ഓടക്കുഴലൂതി, കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബാലരുമാ. അമ്പാടി തന്നിലുള്ള കൊച്ചു കണ്ണനെ കണ്ടിടുകിൽ, ജന്മം സഫലമാകും നരജന്മം സഫലമാകും. ഓടിവാ ഓടിവാ ഓടക്കുഴലൂതി, കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബാലരും. വേദാന്ത പൊൻകതിരേ എന്റെ ആനന്ദത്തേൻ കുഴമ്പേ, പാദാരവിന്ദം തൊഴാം എനിക്കാധാരം നീയേ ദേവാ. ഓടിവാ ഓടിവാ ഓടക്കുഴലൂതി, കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബാലരുമാ. ഓടിവാ ഓടിവാ കണ്ണാ ഓടക്കുഴലൂതി, കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബാലരുമാ. ബലരാമനും ബാലരുമായി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജയ് ബോൾ സദ്ഗുരു മഹാരാജ് കീ ജയ്. നമോ നമഃ സദ്ഗുരുഭ്യോ നമോ നമഃ. നമോ നമഃ സദ്ഗുരുഭ്യോ നമോ നമഃ. ജ്ഞാനവൈരാഗ്യസമ്പൂർണാൻ ഹരിഭക്തിപരായണാൻ പൂർവാചാര്യാണഹം വന്ദേ സമ്പ്രദായപ്രവർത്തകാൻ. ഭഗവന്നാമ സാമ്രാജ്യലക്ഷ്മീ സർവസ്വവിഗ്രഹം ശ്രീമദ്ബോധേന്ദ്രയോഗീന്ദ്രദേശികേന്ദ്രമുപാസ്മഹേ. കലികാലോചിതം ധർമ്മം നാമ സങ്കീർത്തനാത്മകം, നിർണേതും അവതീർണം തം പ്രേമികം സദ്ഗുരും ഭജേ. പ്രേമികേന്ദ്രഗുരോഃ കീർത്തിം ദിക്ഷു സർവാസു കീർത്തയൻ, യഃ സഞ്ചരതി ലോകേസ്മിൻ കൃഷ്ണദാസാത്മജം ഭജേ. നാമകീർത്തനമാത്രേണ സുപ്രസന്നം കൃപാനിധിം, ഭക്തകോലാഹലം വന്ദേ ഭക്താഭീഷ്ടഫലപ്രദം. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട്,
തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യോഗീന്ദ്രായ നമസ്തസ്മൈ സുഖായ ബ്രഹ്മരൂപിണേ സംസാരസർപ്പദഷ്ടം യോ വിഷ്ണുരാതമമോമുചത്. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. സ്മൃതേ സകലകല്യാണഭാജനം യത്ര ജായത്തെ പുരുഷസ്തമജം നിത്യം വ്രജാമി ശരണം ഹരിം. ഭൂതൈർമഹദ്ഭിർയയിമാഃ പുരോ വിഭുഃ നിർമായസേതേ യദാമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഹയഗ്രീവ ഹയഗ്രീവ ഹയഗ്രീവേതി യോ വദേത് തസ്യ നിസ്സരത്തെ വാണീ ജഹ്നുകന്യാ പ്രവാഹവത്. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ. അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇന്ദുകുന്ദതുഷാരാഭ ഭക്തചിത്താനുവർത്തിനി വാണീ മേ രസനാരംഗേ കരോതു നടനം സദാ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ജയ് ബോൾ സദ്ഗുരു മഹാരാജ് കീ ജയ്. ധനഞ്ജയേ ഹാടക സംപരീക്ഷ വിപത്തികാലേ സുഹൃദാം പരീക്ഷ ശസ്ത്രഭൃതാം പരീക്ഷ ഭാഗവതേ വിദ്യാവതാം ഭാഗവതേ പരീക്ഷ. ഓരോരാൾക്ക് ഓരോ വിധത്തിലാണ് പരീക്ഷ. നല്ല സുവർണം മനസ്സിലാക്കണമെങ്കിൽ അത് അഗ്നിയിലിട്ട് അവർ സ്ഫുടം മണ്ണുമ്പോഴാണ് അത് നല്ല സുവർണമാണെന്ന് മനസ്സിലാക്കും. ധനഞ്ജയെ ഹാടക സംപരീക്ഷ ശസ്ത്രഭൃതാം പരീക്ഷ യുദ്ധകാലത്തിലാണ് നല്ല ആയുധം ധരിച്ച വീരന്മാരുടെ പരീക്ഷ. വിപത്തികാലേ സുഹൃതാം പരീക്ഷ ആപത്ത് കാലത്തിലാണ് നല്ല സുഹൃത്തുക്കളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ വിദ്യാവതാം ഭാഗവതേ പരീക്ഷ നല്ല വിദ്യ ഉള്ളവരെ മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് ഭാഗവതം കൊടുത്താൽ മതി. എൻ്റെ ഗുരുനാഥൻ പറയാറുണ്ട്, ഭാഗവതത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം തെറ്റില്ലാതെ വായിച്ച് അതിനെ മര്യാദയായി ഒരു അർത്ഥം പറഞ്ഞാൽ മുഴുവൻ ഭാഗവതം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഭാഗവതം തുടങ്ങി വെച്ചിരിക്കുന്നത് വ്യാസാചാര്യൻ. ഈ ഭാഗവതത്തിന് നിരച്ചും വ്യാഖ്യാനങ്ങളുണ്ട്. ഇത്രയും വ്യാഖ്യാനം ബാക്കി ഗ്രന്ഥങ്ങൾക്ക് ഇല്ല. പുരാണങ്ങളിൽ കൂടുതൽ വ്യാഖ്യാനമുള്ളത് ഭഗവത്ഗീതയാണ്. പിന്നെ പുരാണങ്ങളിൽ കൂടുതൽ വ്യാഖ്യാനമുള്ളത് ശ്രീമദ് ഭാഗവതമാണ്. അതിൽ ആദ്യം എഴുതിയ വ്യാഖ്യാനമാണ് ശ്രീധരസ്വാമികളുടെ വ്യാഖ്യാനം. അദ്ദേഹം ഓരോ സ്കന്ധത്തിൻ്റെ തുടക്കത്തിലും ഈ സ്കന്ധത്തിൻ്റെ ലക്ഷണം എന്താണ്, ഇതിൻ്റെ ലക്ഷ്യം എന്താണ്, ഇതൊക്കെ അദ്ദേഹം വിസ്തരിച്ച് ഒരു ആമുഖം പറയാറുണ്ട്. എല്ലാ സ്കന്ധങ്ങളിലും പിന്നെ വേറൊരു അധ്യായത്തിലും ആമുഖം പറയാറുണ്ട്. ആ ആമുഖം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അദ്ദേഹത്തിൻ്റെ ആ സപ്തമസ്കന്ധത്തിന്റെ ഒരു ആമുഖമാണ്. സ്വഭക്ത പക്ഷപാതേന തദ്വിപക്ഷ വിദാരണം നൃസിംഹം അദ്ഭുതം വന്ദേ പരമാനന്ദ വിഗ്രഹം. സ്വഭക്ത പക്ഷപാതേന ഭക്തന്മാർക്ക് കൂടുതൽ അനുഗ്രഹിക്കാൻ വേണ്ടി തദ്വിപക്ഷ വിദാരണം പ്രധാനം പരിത്രാണായ സാധൂണാം സാധുക്കളെ രക്ഷിക്കലാണ് പ്രധാനം. പിന്നെ ദുഷ്ടന്മാരെ നശിപ്പിക്കാൻ അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ വിനാശായ ച പറഞ്ഞാൽ വേണ്ടി പറഞ്ഞില്ലേ, എന്നാലും വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. വിനാശായ തമിഴ്നാട്ടിലൊക്കെ ച പറഞ്ഞാൽ വേണ്ട പറയാറുണ്ട്. വിനാശായ ദുഷ്കൃത. ഇപ്പൊ പ്രധാനം സ്വഭക്ത പക്ഷപാതം ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടി തദ്വിപക്ഷ വിധാരണം ഭക്തന്മാരുടെ ശത്രുക്കളെ നശിപ്പിക്കുന്ന നൃസിംഹം അദ്ഭുതം വന്ദേ പരമാനന്ദ വിഗ്രഹം. അദ്ഭുതമായ പരമാനന്ദൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ പേരാണ്. ഗുരുനാഥനും ഭഗവാനും ഒന്നാണെന്ന് അദ്ദേഹം തന്റെ ശ്ലോകത്തിൽ എപ്പോഴും ചൊല്ലാറുണ്ട്.
മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇദ്ദേഹത്തിന്റെ ശ്ലോകമാണ്. ഈ ശ്രീധരസ്വാമികൾ വിഷ്ണുപുരാണം, ഭഗവത്ഗീത, ഭാഗവതം 3 ഗ്രന്ഥത്തിനും വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മുഴുവനും സമയവും ഇങ്ങനെ ഭഗവാന്റെ കാര്യത്തിലാണ് കഴിഞ്ഞു. ഇതിന്റെ വ്യാഖ്യാനം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ശ്ലോകമാണ് മൂകം കരോതി വാചാലം. ഒരു മൂക്ക് വലിയ വാചാലനായി, വാചാലനാന്ന് പറഞ്ഞാൽ എപ്പോഴും സംസാരിക്കുന്ന ആളായി ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞാൽ ശരിയാവണില്ലേ. മൂകം വാച അലങ്കരോതി, വാചാലം കരോതിന് പദം മുറിക്കാതെ മഹാത്മാക്കൾ മൂകം വാച, മൂക്കണ പോലും നല്ല വാക്കുകൾ പറയാൻ പാകത്തിൽ ചെയ്യുന്നവനാണ് ഗുരുനാഥൻ. മൂകം കരോതി വാചാളം പങ്കും ലംഘയത്തെ ഗിരിം. നൊണ്ടിയായിരിക്കുന്ന ഒരു പങ്കുവിനെ പോലും ഗിരിം ലംഘയത്തെ, മല ചാടി കടക്കാൻ പാകത്തിൽ അനുഗ്രഹിക്കുന്നവനാണ് ഗുരുനാഥൻ. യത് കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. പരമാനന്ദനാണ് അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ പേര്. അതുകൊണ്ട് പരമാനന്ദ വിഗ്രഹം. ഇവിടെ ഊതി പഞ്ചദശാധ്യായേഹി സപ്തമേ വർണ്യത്തെ അധുന. 15 അധ്യായങ്ങൾ കൊണ്ട് ഈ 7ാമത്തെ സ്കന്ധത്തിൽ ഊതി എന്ന ലക്ഷണമാണ് വർണ്ണിക്കുന്നത്. ഊതി പറഞ്ഞാൽ എന്താ അർത്ഥം? ഊതിശ്ച വാസനാപ്രോക്ത തത്തത് കർമാനുസാരിണി. അവരുടെ കർമാനുസാരമായ വാസനകളെ കുറിച്ചാണ് ഇവിടെ ഊതി എന്ന് പറയുന്നു. ആ വാസനകൾ 2 വിധത്തിലാണ്. അശുഭാച ശുഭാചേതി ദ്വിദാസ ഹേതുഭേദത. അശുഭ ശുഭ എന്ന് 2 വിധത്തിലാണ് ഈ ഊതി വർണ്ണിക്കപ്പെടുന്നു. വാസന അശുഭ മഹതാം കോപാത്ത്, ശുഭ മഹദനുഗ്രഹാത്ത്. മഹാന്കളുടെ കോപം കൊണ്ട് നമുക്ക് അശുഭവാസനയും മഹാന്കളുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ശുഭവാസനയും നല്ല വാസനയും ഉണ്ടാവും. ഹരേർദ്വാരപയോര്യദ്വത് വൈകുണ്ഠേ വസതോരപി ചതുസ്സനരുഷ വിഷ്ണുദ്വേഷാദി അശുഭവാസന. ഭഗവാന്റെ തൊട്ടടുത്ത കാവൽക്കാരനായിരിക്കുന്ന ജയവിജയന്മാർക്ക് പോലും ഭഗവാനെ ദ്വേഷ്യം ചെയ്യാനുള്ള, ഭഗവാനോട് യുദ്ധം ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടാവാൻ എന്താണ് കാരണം? ചതുസ്സന ഋഷ, സനകാദികളുടെ കോപം കൊണ്ട് അവർക്ക് അശുഭവാസന വന്നു. അതേ ഭഗവാനെ എതിർത്ത് നിൽക്കുന്ന ഹിരണ്യകശിപുവിന്റെ മകനായ പ്രഹ്ലാദനക്ക് യഥാച ദൈത്യഗർഭേപി പ്രഹ്ലാദസ്യ സതസ്ഥിര നാരദ അനുഗ്രഹാദാസ വിഷ്ണു സദ്ഭക്തിവാസന. പ്രഹ്ലാദന്റെ കഥ ഒന്ന് നോക്കിയാൽ വലിയ അത്ഭുതമാണ്. നമുക്ക് ഇത്രയും സൗകര്യം ചെയ്തിട്ടും നമുക്ക് നാമം ചൊല്ലാൻ തോന്നുന്നില്ല. പ്രഹ്ലാദന്റെ കാലത്തിൽ അയാൾ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഈ സത്സംഗത്തിന് വിരോധം ചെയ്യാനുള്ള കൂടുതൽ, നമ്മൾ പറയാറുണ്ട് എനിക്ക് സമയം ശരിയായിട്ടില്ലേ, നാള് ശരിയായിട്ടില്ലേ, വീട് ശരിയായിട്ടില്ലേ, എന്തൊക്കെയോ പറഞ്ഞ് നാമം ചൊല്ലാതെ രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കും. പ്രഹ്ലാദനക്ക് ഒരു ആനുകൂലം കൂടി ഇല്ല, എല്ലാം പ്രതികൂലമാണ്. സാധാരണ രക്ഷിക്കുന്നത് അച്ഛനമ്മമാരാണ്. ഇപ്പോൾ എന്താ, ദ്രോഹിക്കുന്ന ആളായി മാറി അച്ഛൻ. ഇങ്ങനെ അച്ഛൻ ദ്രോഹിക്കുന്നു. ഇങ്ങനെ നാമം ജപിക്കാനുള്ള ഒരു സമയം ആണുകൂല്യം അവിടെ പ്രഹ്ലാദനക്ക് ഇല്ലേ. എന്നിട്ടും യഥാച ദൈത്യഗർഭേപി പ്രഹ്ലാദസ്യ സതസ്ഥിര, സ്ഥിരമായ ആ സദ്വാസന എങ്ങനെ കിട്ടി ചോദിച്ചാൽ നാരദ അനുഗ്രഹാദാസ വിഷ്ണു സദ്ഭക്തിവാസന. നാരദന്റെ അനുഗ്രഹം കണ്ട്, നാരദന് മിടുക്കനാണ്. ആദ്യം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു പ്രായമായ ആളുടെ അടുത്ത് ചെന്ന് ഉപദേശിക്കാൻ പുറപ്പെട്ടു. പ്രാചീന ബർഹിസ് ആളുടെ അടുത്ത് ചെന്നു. ഇതാ കാരണം അയാൾ കൂടുതൽ പ്രായമായവർക്ക് ഈ ഭൗതിക സമൂഹത്തെ വെറുത്ത് മതിയായി, ഇന്ന് ഭഗവാനെ പ്രാപിക്കാം അങ്ങനെ തോന്നും. അതുകൊണ്ട് അങ്ങനെ ഉപദേശിച്ച് നോക്കി, അപ്പോഴും ശരിയായിട്ടില്ല. ഇപ്പൊ കൂടുതൽ പ്രായം ആളെ നോക്കേണ്ട, യങ്സ്റ്റേഴ്സ് നോക്കാൻ തീരുമാനിച്ചു. അങ്ങനെ യങ്സ്റ്റേഴ്സായി വന്ന ആൾക്കാരാണ് പ്രചേതസുകൾ. പ്രചേതസുകളുടെ പുത്രനായ ദക്ഷപുത്രനായ ഹര്യസ്വന്മാർ, സബളാസ്വന്മാർ, അവർ യങ്സ്റ്റേഴ്സാണ്. അവർക്ക് ഉപദേശിച്ചു. അവർ അത്രയും ശരിയായി എന്നാലും അവർക്കും കുറച്ച് സംശയമൊക്കെ ചോദിക്കേണ്ടി വന്നു. പിന്നെ തീരുമാനിച്ചു ഇനി കുറച്ചുകൂടി യങ്സ്റ്റേഴ്സായി കുറച്ച് താഴെ ഉള്ള 4-5 വയസ്സുള്ള കുട്ടികളെ ഉപദേശിച്ചു അദ്ദേഹം. ജയതി ജഗതി മായാം യസ്യ കായാധവസ്തി വചനരചനമേകം കേവലം ചാകലയ്യേ ധ്രുവപദമപി യാതോ യത്കൃപാതോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി.
കായാധവസ്ഥയെ പ്രഹ്ലാദനും ധ്രുവനും ചെറുപ്പക്കാരാണ്, കൂടുതൽ വയസ്സിൽ താഴ്ന്നവരാണ്, 5 വയസ്സുള്ള കുട്ടികളാണ്. അവർക്ക് ഉപദേശിച്ചു. പിന്നെ തീരുമാനിച്ചു, ഇനി ധ്രുവൻ 5 വയസ്സായ കുട്ടിയാണ്, ഇനി ജനിക്കും മുമ്പ് തന്നെ ഉപദേശിച്ചാൽ കുറച്ചുകൂടി നന്നായി തീരുമാനിച്ചു. കാരണം ഒരു കുട്ടി നന്നാവാൻ തീരുമാനിക്കേണ്ടത് എപ്പോഴാണെന്ന് പറയുന്നു, ഗർഭം ഉണ്ടാവും മുമ്പ് തുടങ്ങണം. നമ്മുടെ ധർമ്മശാസ്ത്രത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് തുടങ്ങേണ്ടത്. അച്ഛനമ്മമാർ ഗർഭം ഉണ്ടാകും മുമ്പ് തന്നെ ആ ഗർഭത്തിന്റെ ആ കുട്ടി എങ്ങനെ ഉണ്ടാവാനും തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചിട്ടാണ് പിന്നെ അതൊക്കെ ധർമ്മശാസ്ത്രത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏത് നാളിൽ സ്ത്രീകളോട് ചേരണം ഇതൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗർഭത്തിൽ നിന്ന് തുടങ്ങിയാലേ കുട്ടി നന്നാവുള്ളൂ. കുട്ടി നന്നായില്ലേ പറഞ്ഞ അച്ഛനമ്മമാർ ചീത്ത പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ അർത്ഥം? അച്ഛനമ്മമാർ ശരിയായിട്ടില്ല, കുട്ടികളാണ് നല്ലവർ. അതുകൊണ്ട് കുട്ടിയായി ജനിക്കും മുമ്പ് തന്നെ ഉപദേശം കൊടുത്തു നാരദൻ പ്രഹ്ലാദനക്ക്. അപ്പോൾ അങ്ങനെ നാരദന്റെ അനുഗ്രഹം കൊണ്ട് സദ്ഭക്തി വാസന ഉണ്ടായി. സ്വഭക്തഞ്ച സദാ വിഷ്ണു ദ്വിഷന്തമപി രക്ഷതി. ഭക്തനെ ദേഷ്യപ്പെടുന്നവരെയും ഭഗവാൻ രക്ഷിക്കുന്നു. അല്ലേ? ഭക്തനെ ദേഷ്യപ്പെടുന്നവരെയും ഭഗവാനെ ദേഷിക്കുന്നവരെയും ഭഗവാൻ രക്ഷിക്കുന്നു. ഭഗവാൻ ഇവിടെ അടുത്ത് പറയാൻ പോകുന്നു, തൃതീയേത ഭവേ ദ്വാസ്ഥൗ അകരോത് ആത്മസാത് പുനഃ. ഇതുകൊണ്ട് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇവിടെ പറയുന്നു, അതോ മനീഷിന യത്നഃ കാര്യോ മഹദനുഗ്രഹേ. മഹാന്കളുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രയത്നം ചെയ്യണം. ഇത്യേതദർത്ഥമൂതീനാം അത്ര ലക്ഷണം ഉച്യതേ. അപ്പോൾ ഒരു ജന്മത്തിന്റെ സാഫല്യം ഇതുപോലെ മഹാത്മാക്കൾ, ഭൂമാനന്ദസ്വാമികളെ പോലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രയത്നം ചെയ്യുന്ന മഹാത്മാക്കളുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ പുറപ്പെടണം എന്നാണ് ഈ സപ്തമസ്കന്ധത്തിന്റെ ചുരുക്കം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അഹങ്കാരരൂപിയായ ഹിരണ്യകശിപു എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഗുരുനാഥൻ അങ്ങനെ പറയാറില്ല, ഭക്തോത്തമനായ ഹിരണ്യകശിപു. അങ്ങനെ ഗുരുനാഥൻ ഞാൻ എങ്ങനെ പഠിച്ചു അത് അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അഹങ്കാര രൂപിയായാലും ഹിരണ്യകശിപു പോലെ ഒരു നല്ല ഭക്തൻ ലോകത്തിൽ ഇല്ലേ, രാവണനെ പോലെ നല്ല ഭക്തൻ ലോകത്തിൽ ഇല്ലേ. ഞാൻ എൻ്റെ ഗുരുനാഥൻ പറയാറുണ്ട്, ഹിരണ്യകശിപു വരം മേടിച്ചിട്ടുണ്ട്. മുകളിൽ മരണം പാടില്ലേ, താഴെ പാടില്ലേ, ഉള്ളിൽ പാടില്ലേ, പുറത്ത് പാടില്ലേ, പകലിൽ പാടില്ലേ, രാത്രി പാടില്ലേ, ജീവിതമുള്ള സാധനം, ജീവിതമില്ലാത്ത സാധനം, മൃഗം, മനുഷ്യൻ, ആരെക്കൊണ്ട് എനിക്ക് മരണം പാടില്ലേ. ഇങ്ങനെ ചോദിക്കാൻ എന്താണ് കാരണം? ഹിരണ്യകശിപു മിടുക്കനാണ്. അങ്ങനെ ചോദിച്ചാലേ ഭഗവാൻ സ്വന്തം മടിത്തട്ടിൽ കിടത്തി സ്വന്തം കൈകൊണ്ട് നമ്മളെ നമ്മളെ വധിക്കുള്ളൂ. ഭഗവാന്റെ മടിത്തട്ടിൽ കിടന്ന് ഭഗവാനെ നോക്കി മരിക്കണമെങ്കിൽ ഇങ്ങനെ വരെ മേടിച്ചേ പറ്റൂ. അപ്പം മരണം ഇല്ലാതാക്കാൻ വേണ്ടി ഹിരണ്യകശിപു അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലേ. ഞാൻ പ്രഹ്ലാദന്റെ അച്ഛനാവാൻ പോകുന്ന ആളാണ്, അങ്ങനെയുള്ള ഒരു ഭക്തന്റെ അച്ഛനായി ഞാൻ സാധാരണ ആക്സിഡന്റിൽ പോയാലേ അല്ലെങ്കിൽ സാധാരണ ആയുധം കൊണ്ട് മരിച്ചാൽ അത് എൻ്റെ പെരുമയ്ക്ക് കുറവാണ്. ഭഗവാന്റെ മടിത്തട്ടിൽ കിടന്ന് ഭഗവാനെ നോക്കിയിട്ട് പിന്നെ മരിക്കാം. അപ്പോൾ നല്ല ഒരു ഭക്തനാണ് ഹിരണ്യകശിപു. അഹങ്കാര രൂപിയായാലും അഹങ്കാരം, ഭക്തരൂപത്തിലുള്ള അഹങ്കാരം വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ രാവണനും നല്ല ഭക്തനാണ്. രാവണൻ അവിടെ പറയുന്നുണ്ട്, സ്വാത്മവധായ രാവണ ജഹാര സീതാം. വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്, ഞാൻ ലങ്കയിൽ വന്ന് കുറേ കാലമായി, ഈ രാമൻ എന്നെ വന്ന് വധിക്കുന്നില്ലല്ലോ, എന്താ ചെയ്യാം, സീതയെ കൊണ്ടുപോവാം. സീതയെ തട്ടി കൊണ്ടുപോയെങ്കിലും ഭഗവാൻ നമ്മളെ വധിക്കില്ലേ. അങ്ങനെ തൻ്റെ വധത്തിന് വേണ്ടിയാണ് ഹിരണ്യകശിപു പുറപ്പെട്ടു. സീതയെ കൊണ്ട് ലങ്കയിൽ വെച്ചു. അപ്പോഴും രാമൻ വന്നില്ല. പിന്നെ ഹനുമാനെ പറഞ്ഞു വിട്ടു. 10 മാസമാണ് സീത അവിടെ ഉണ്ടായിരുന്നു അശോകവനത്തിൽ. ഇടയ്ക്ക് ഒരു ദിവസം പോലും വന്നില്ല രാവണൻ. ഹനുമാൻ എന്നാണ് വന്നു അന്ന് വന്നു രാവണൻ. എന്താ കാരണം? ഹനുമാൻ ഒന്ന് പറയട്ടെ, വേഗം പോയി സീതയെ പീഡിപ്പിക്കുന്ന കാര്യം. അതിന് ഇടയ്ക്ക് വന്നു വാൽമീകി രാമായണത്തിൽ പറഞ്ഞിട്ടില്ല. പിന്നെ യുദ്ധകാണ്ഡത്തിൽ ഇടയ്ക്ക് വരുന്നുണ്ട് മായാപ്രയോഗം ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചു. പിന്നെ ഇടയ്ക്ക് വന്നിട്ടേ ഇല്ലേ രാവണൻ. പിന്നെ വരുന്നത് എപ്പോഴാണ്? ഹനുമാൻ വരേണ്ട സമയത്തിൽ സീതയെ വന്ന് പീഡിപ്പിക്കുന്നു. എന്താണ് കാരണം? ഇപ്പോൾ ഹനുമാൻ ഇരിക്കുന്ന സമയത്തിൽ സീതയെ പീഡിപ്പിച്ചാലേ ഹനുമാൻ വേഗം പറഞ്ഞ് രാവണ കൊണ്ടുവരും. സ്വാത്മവധായ രാവണൻ, ഹിരണ്യകശിപു ഇവരൊക്കെ പ്രച്ഛന്ന ഭക്തന്മാരാണ്. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ അവർക്ക് മോക്ഷം കൊടുക്കുന്നു. ഉദ്ധവൻ പോലും പറയുന്നു, മന്യേസുരാൻ ഭാഗവതാം സ്ഥിതീസേ. അതുപോലെ ശിശുപാലൻ ദണ്ഡഭക്തൻ, കണ്ണൻ കള്ളൻ, കണ്ണൻ ദുഷ്ടൻ, എപ്പോഴും കണ്ണൻ കണ്ണൻ ജപിച്ചിട്ടേന്ന് അവിടെ ഭഗവാനെ നിന്ദിക്കുള്ളൂ. അപ്പോൾ എന്താണ്? അവർ കൂടുതൽ അവർ ഭഗവാനെ ചിന്തിക്കുന്നു. മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ,
മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ യാദവ കൃഷ്ണ യേദുനന്ദന കൃഷ്ണ യേദുനന്ദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ മധുസൂദന കൃഷ്ണ ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ ജയ രാധേ 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 ജയ രാധേ 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 ജയ രാധേ 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 മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ എല്ലാവരും കൈയടിച്ച് മുദന കൃഷ്ണ യാദവ കൃഷ്ണ യേദുനന്ദന കൃഷ്ണ യാദവ കൃഷ്ണ നന്ദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ ജയ രാധേ ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ രാധേ ജയ രാധേ രാധേ ജയ രാധേ 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 ജയ രാധേ രാധേ ജയ രാധേ 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 ജയ രാധേ 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 ജയ രാധേ 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 മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ യാദവ കൃഷ്ണ യേദുനന്ദന കൃഷ്ണ യേദുനന്ദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന മനമോഹന കൃഷ്ണ മനമോ രാധാ മനമോഹന കൃഷ്ണ രാധാ മനമോഹന കൃഷ്ണ. ആറാമത്തെ സ്കന്ധം ഇവിടെ ഭൂമാനന്ദസ്വാമികൾ ഒരു സ്കന്ധത്തിൽ ഒരു ചരിത്രം അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളൂ തോന്നുന്നു. ഒരു പ്രധാനമായ ഒരു വിഷയം. പക്ഷേ ഇവിടെ മാത്രം സപ്തമസ്കന്ധം ചെറിയ സ്കന്ധമാണ്. പക്ഷേ ഇവിടെ 2 പ്രഭാഷണം വച്ചിട്ടുണ്ട്. ഇന്നലെ ചത്വസ്കന്ധത്തിൽ ഒരു പ്രഭാഷണമേ ധ്രുവചരിത്രം മാത്രം ഉണ്ടായിരുന്നു. 5ാമത്തെ സ്കന്ധത്തിന് ഒരു പ്രഭാഷണം മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വന്നതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കി. ബാക്കി സ്കന്ധം എങ്ങനെയാണ് അറിഞ്ഞുകൂടാ. ഇന്നലെ ഒരു സ്കന്ധത്തിൽ ഒരു പ്രഭാഷണം. ചതുർത്ഥ സ്കന്ധത്തിന് ധ്രുവചരിത്രം, 5ാമത്തെ സ്കന്ധത്തിന് ജഡഭരത രഘുഗണ സംവാദം, 6ാമത്തെ സ്കന്ധത്തിൽ നാമമാഹാത്മ്യം, പിന്നെ 7ാമത്തെ സ്കന്ധത്തിന് മാത്രം 2 പ്രഭാഷണം കൊടുത്തിട്ടുണ്ട്. കാരണം 7ാമത്തെ സ്കന്ധമാണ് മുഖ്യം. ഞാൻ ഇവിടെ നോക്കി ഭാഗവത്തിന്റെ മുഖ്യമായ ശ്ലോകങ്ങളൊക്കെ അവിടെ എഴുതി അർത്ഥം വച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ എഴുതിയത് സപ്തമസ്കന്ധ ശ്ലോകങ്ങളാണ് ഇവിടെ എഴുതി അർത്ഥം വച്ചിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടതാണ് തോന്നുന്നു 7ാമത്തെ സ്കന്ധം. 7ാമത്തെ സ്കന്ധവും 11ാമത്തെ സ്കന്ധം, ഈ 2 സ്കന്ധങ്ങളുടെ ശ്ലോകങ്ങളാണ് കൂടുതൽ എഴുതി അതിൻ്റെ അർത്ഥവും താഴെ എഴുതി വച്ചിട്ടുള്ളൂ. അപ്പോൾ 6ാമത്തെ സ്കന്ധത്തിൽ ഭക്തനായ വൃത്രാസുരനെയും അതേപോലെ ശക്രപാർഷ്ണിഗ്രാഹേന വിഷ്ണുന ഇന്ദ്രനുക്ക് അനുകൂലം ചെയ്യാൻ വേണ്ടി വൃത്രാസുരനെ വധിക്കാനും അതേപോലെ മരുത്തുക്കളെ രക്ഷിക്കാനും ഭഗവാൻ സഹായം ചെയ്തില്ലേ. അപ്പോൾ ഭഗവാനുക്ക് ദേഷ്യഭാവം ഉണ്ടോ? സമപ്രിയ സുഹൃത് ബ്രഹ്മൻ ഭൂതാനാം ഭഗവാൻ സ്വയം ഇന്ദ്രസ്യാർത്ഥേ കഥം ദൈത്യാൻ അവധീത് വിഷമോ യഥാ. ഭഗവാൻ എല്ലാവർക്കും സമനാണ്, പ്രിയനാണ്, സുഹൃത്താണ്. പക്ഷേ ഇന്ദ്രനുക്ക് വേണ്ടി പലതവണ അസുരന്മാർ വധിക്കുന്നുണ്ടല്ലോ.
ഭഗവാനുക്ക് സുരഗണൈഹി സാക്ഷാ ഒരാളെ കൊണ്ട് നമുക്ക് കാര്യസാധ്യത വേണമെങ്കിൽ അയാൾ നമ്മൾ സഹായിക്കാറുണ്ട്. ഇപ്പൊ ഇന്ദ്രനെ കൊണ്ടൊന്നും കാര്യസാധ്യം ഭഗവാനെ കൊണ്ടും ആവശ്യമില്ല. സ്വയം നിശ്രേയസാത്മനഃ നൈവ അസുരേഭ്യോ വിദ്വേഷോ നോദ്വേഗശ്ച അഗുണസ്യ. ഇന്ദ്രനക്ക് സഹായിക്കാനും അസുരനോട് ഒരു ദേഷ്യം പുലർത്താൻ എന്താണ് കാരണം? ഇത് നാരായണ ഗുണാൻ പ്രതി സംശയ സുമഹാൻ, ഭഗവാന്റെ ഗുണത്തിൽ വലിയ സംശയം. അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ ചോദ്യം നല്ല ചോദ്യമാണെങ്കിൽ ഉത്തരം പറയുന്നവർക്ക് സന്തോഷത്തിൽ ഉത്തരം പറയാൻ തുടങ്ങും. അറിയാത്തവർ ചെയ്യും, പെട്ടെന്ന് ചുണ്ടിയെടുക്കും. ഇങ്ങനെ ചോദിക്കരുത് കേട്ടോ. ഇതാ കാരണം, അത് ഉത്തര പറയാൻ അറിയാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ. ശേഷം കോപേന പൂരയേത് അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന സുഖാചാര്യൻ സാധു പൃഷ്ടം മഹാരാജ ഹരേശ്ചരിതമദ്ഭുതം. നല്ല ചോദ്യങ്ങൾ ചോദിച്ചു. ഭഗവാനുക്ക് ഭേദഭാവം ഇല്ലേ? നമ്മൾ ഭഗവാന്റെ കഥകൾ നോക്കിയാൽ നമുക്ക് കാണാം. ദൂതനായി ഭഗവാൻ പാണ്ഡവന്മാർക്ക് വേണ്ടി ചെന്നു. അപ്പോൾ ഈ ദുര്യോധനൻ എന്ത് ചെയ്തു? ഭഗവാൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് 1000 ആളെ പറഞ്ഞു വിട്ടു. പെട്ടെന്ന് 100,000 ആളുകൾ ഭഗവാൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ദുര്യോധനൻ എന്താ വിചാരിക്കുന്നു? ഈ കൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി, പിന്നെ മഹാഭാരത യുദ്ധം 18 ദിവസം കഴിഞ്ഞ് പിന്നെ അഴിച്ചു വിട്ടേക്കാം. ഈ കൃഷ്ണൻ ഉള്ളത് കൊണ്ടാണ് പാണ്ഡവർ ഇങ്ങനെ രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടാണ് 1000 ആളെ പറഞ്ഞു വിട്ടു. അപ്പോഴാണ് ഭഗവാൻ ഒരു വിശ്വരൂപം കാണിച്ചു. നീ പറഞ്ഞു വിട്ട ആൾ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, നോക്കിക്കോളൂ. വിശ്വരൂപം കാണിച്ചു. ഇങ്ങനെ പോയ ശേഷം അതേ ഭഗവാന്റെ അടുത്താണ് സഹായത്തിന് വേണ്ടി ദുര്യോധനനും അർജുനനും എത്തിച്ചേരണം. ഭഗവാൻ ഇങ്ങനെ ഉറങ്ങി കിടക്കുന്ന പോലെ അഭിനയിക്കുമ്പോഴാണ് ദുര്യോധനൻ വന്നു. ഇവൻ ഇടയനല്ലേ, മാട് മേയ്ക്കുന്ന ആളല്ലേ, ഇവന്റെ കാലടിയിൽ നിൽക്കേണ്ട വിചാരിച്ച് തലയുടെ അടുത്തിരിക്കുന്ന ആസനത്തിൽ പോയി കയറിയിരുന്നു. ഭഗവാനക്കറിയാം ദുര്യോധനൻ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഉടനെ സാത്വികയെ വിളിച്ച് യാദവ സൈനികന്മാരെ വിളിച്ച് ദുര്യോധനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. ഭഗവാനക്ക് വേണ്ടിയെങ്കിൽ ഭഗവാൻ ചെയ്തിരിക്കും. അറസ്റ്റ് ചെയ്തില്ലേ ദുര്യോധനൻ? അവിടെ ഒറ്റയ്ക്ക് ഭഗവാൻ നിന്നപ്പോൾ ഇവിടെ ദുര്യോധന അറസ്റ്റ് ചെയ്യാമായിരുന്നു, പക്ഷേ ഭഗവാൻ ചെയ്തിട്ടില്ല. തന്നെ കൊല്ലാൻ വേണ്ടി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ദുര്യോധനനും ഭഗവാൻ തന്റെ നാരായണ സൈന്യം മുഴുവൻ കൊടുത്ത് സഹായം ചെയ്തു. ഇവിടെയാണ് ഭഗവാനുക്ക് ഭേദഭാവമില്ലെന്ന് നമുക്ക് കഥയിൽ നോക്കിയാൽ കാണാം. ഇവിടെ പറയുന്നു യത് ഭാഗവത മാഹാത്മ്യം. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ഭാഗവതന്റെ കഥ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഭഗവാന്റെ കഥ കേൾക്കുന്നതിനേക്കാൾ ഭാഗവതന്മാരുടെ കഥ കേൾക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഭക്തി വർദ്ധിക്കുള്ളൂ. ഭഗവത് ഭക്തിവർദ്ധനം. വലിയ വലിയ മഹാത്മാക്കൾ, ഋഷികൾ, നാരദാദികളൊക്കെ പാടുന്ന ചരിത്രമാണ്. ഗീയത്തെ പരമം പുണ്യം ഋഷിഭിഹി നാരദാദിഭിഹി നത്വാ കൃഷ്ണായ മുനയേ. ഏത് സന്ദർഭത്തിലും ഗുരുനാഥനെ നമിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ. ഇവിടെ സുഖാചാര്യൻ കഥ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ വ്യാസാചാര്യൻ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? എഴുന്നേറ്റ് ഒരു നമസ്കാരം ചെയ്തു. നത്വാ കൃഷ്ണായ മുനയേ. ഈ വേണ്ട വിധത്തിൽ പ്രഹ്ലാദ ചരിത്രം, നരസിംഹത്തിന്റെ അവതാരമൊക്കെ പറയണമെങ്കിൽ, അതിന് ഒരു വേണ്ടത്തിൽ പറയണമെങ്കിൽ ഗുരുനാഥന്റെ അനുഗ്രഹം വേണം. നത്വാ കൃഷ്ണായ മുനയേ കഥയിഷ്യേ ഹരേ കഥാം നിർഗുണോപി ഹ്യജോ വ്യക്തോ ഭഗവാൻ പ്രകൃതേ പരഃ. ധർമ്മപുത്രന്റെ ചോദ്യത്തിന് ഉത്തരമാണ് ഇവിടെ പറയുന്നു. നിർഗുണനായ ഭഗവാൻ പ്രകൃതിക്ക് ഉൾപ്പെട്ട വലിയ പ്രകൃതിക്ക് പുറത്തിരിക്കുന്ന ഭഗവാൻ തന്റെ മായാഗുണത്തെ ആശ്രയിച്ചിട്ടാണ് ബാധ്യബാധകതാം ഗതഃ. ചിലപ്പോൾ അസുരന്മാരെ സഹായിക്കുന്നുണ്ട്, ചിലപ്പോൾ ദേവന്മാരെ സഹായിക്കുന്നുണ്ട്, പിന്നെ അസുരന്മാരെ താഴെയുള്ള യക്ഷരക്ഷന്മാരെയും സഹായിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗുണങ്ങളെ ആശ്രയിച്ചിട്ടാണ്, ഈ മായാഗുണങ്ങളെ ആശ്രയിച്ചിട്ടാണ്. 3 ഗുണവും ഒരുമിച്ച് വരാറില്ല, സാധാരണ മാറിയേ വരുള്ളൂ. സത്വം രജസ്തമയതി പ്രകൃതേഹേ നാത്മനോ ഗുണാഃ നതേഷാം യുഗപദ്രാജൻ ഹ്രാസ ഉല്ലാസ ഏവ വാ. ജയകാലേത്തു സത്വസ്യ. സത്വഗുണം വർദ്ധിക്കുമ്പോൾ ദേവന്മാരെയും ഋഷികളെയും ഋഷികളെയും അനുഗ്രഹിക്കാറുണ്ട്. രജസോ അസുറാണ്. പലതവണ നമുക്ക് കേട്ടിട്ടുണ്ടാവും. ഏത് കഥ തുടങ്ങിയാലും കുറച്ചു കാലം അസുരന്മാരൊക്കെ ഏത് ദൈവത്തിന്റെ പുരാണം നോക്കിക്കോളും, ഒരു അസുരൻ പുറപ്പെടും, എല്ലാ ദേവന്മാരെയും എല്ലാവരും സങ്കടപ്പെടുത്തും. അപ്പോൾ ആ ദേവനോ ദേവിയോ വന്ന് രക്ഷിക്കും. അപ്പോൾ അങ്ങനെ വരാൻ എന്താ കാരണം? രജോഗുണം വർദ്ധിക്കുമ്പോൾ അസുരന്മാരെ ഭഗവാൻ പ്രോത്സാഹിക്കുന്നുണ്ട്. തമസോ യക്ഷരക്ഷാംസി. തമോ ഗുണം വർദ്ധിക്കുമ്പോൾ യക്ഷരക്ഷന്മാരെ ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട്. തത് കാലാനുഗുണോ ഭജത്. ആ കാല അനുസരിച്ചാണ് ഭഗവാൻ ചെയ്യുന്നു.
അപ്പൊ കാലം അനുസരിച്ച് ചെയ്യുന്നു പറഞ്ഞാൽ പിന്നെ കാലല്ലേ വലിയ ആള്. ഭഗവാൻ പോലും കാലം അനുസരിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നു പറഞ്ഞാൽ ഇപ്പൊ ഭഗവാനേക്കാൾ ശക്തി ഉള്ളത് കാലമാണോ നമുക്ക് സംശയം ഉണ്ടാവാം. ആ കാലം ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ചക്രമാണ്. ഭഗവാൻ ഇങ്ങനെയും തിരിക്കാം, ഇങ്ങനെയും തിരിക്കാൻ പറ്റും. പക്ഷേ ഭഗവാൻ അതിന്റെ ഒരു ആർഡറിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ അത് കാത്തു നിൽക്കുന്നു, അത് അനുസരിച്ച് ചെയ്യുന്നു. ജ്യോതിരാതിരി ഇവാഭാതി സംഘാതാൻ നവിവിച്ചതേ വിന്ദന്തി ആത്മാനം ആത്മസ്ഥം മഥിത്വ കവയോന്തതഃ. ആ ഭഗവാൻ കാലം അനുസരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇതിന് ഉദാഹരണം ഒരു കഥ പറയാമെന്ന് ഇവിടെ പറയുന്നു. ധർമ്മപുത്രന്റെ രാജസൂയ സദസ്സിൽ ശിശുപാലൻ ഭഗവാനെ നിന്ദ ചെയ്തു. വാസുദേവേ ഭഗവതി സായുജ്യം ചേരി ഭൂഭുജ. ഭഗവാനെ ചീത്ത വിളിച്ച് ശിശുപാലനക്ക് സദ്ഗതി കിട്ടിയത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. അഹോ അത്യദ്ഭുതം ഹേതത്. യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നു, ഞാൻ രാജസൂയ നടത്തിയത് എന്തിനാ? ഇങ്ങനെ ഭഗവാനെ ഭജിക്കുന്നവർ നന്നായി വരും, അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് രാജസൂയ നടത്തിയത് തന്നെ. ത്വത്പാദുകേ അവിരതം പരിയേചരന്തി ധ്യായന്തി അഭദ്രണസനെ ശുചിയോ ഗൃണന്തി. ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാവും, അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ രാജസൂയൻ നടത്തിയത് തന്നെ. പക്ഷേ രാജസൂയത്തിന്റെ അവസാനം എന്തായി പോയി? ഭഗവാനെ ചീത്ത വിളിക്കുന്നവർക്ക് സദ്ഗതി കിട്ടും. അങ്ങനെയാണ് മാറിപ്പോയി കഥ. അതാണ് ഇവിടെ ചോദിക്കുന്നു. ദമഘോഷ സുതഃ പാപഃ ആരഭ്യ കളഭാഷണാത് സംപ്രതി അമർഷേ ഗോവിന്ദേ ദന്തവക്ത്രശ്ച ദുർമതി. ജനിച്ചത് മുതൽ കണ്ണൻ കള്ളൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചില വാക്കുകൾ പറയാറുണ്ടല്ലോ കുട്ടികൾ. അങ്ങനെ തുടങ്ങിയ ആളാണ് ഈ ശിശുപാലൻ. തുടങ്ങുമ്പോൾ തന്നെ കണ്ണൻ കള്ളൻ തുടങ്ങിയ ഇയാൾക്ക് എങ്ങനെ മുക്തി കിട്ടി? ശരിക്കും പറഞ്ഞാൽ ഈ ശിശുപാലന്റെ നാവിൽ ക്യാൻസർ വരേണ്ടതാണ്. ശിത്രോ നജാതോ ജിഹ്വായാം. ക്യാൻസർ വന്ന് മരിക്കേണ്ട ആളാണ് വായിൽ. എല്ലാവരും കാണത്തക്ക രീതിയിൽ ഭഗവാന്റെ പാദത്തിൽ ഐക്യമാവാൻ എന്താണ് കാരണം ചോദിച്ചപ്പോൾ നാരദൻ പറയുന്നു, നിന്ദന സ്തവ സത്കാര ഞക്കാരാർത്ഥം കലേവരം. നിന്ദനമോ സ്തവമോ മുഖ്യം ഇല്ലേ, നമ്മുടെ മനസ്സാണ് മുഖ്യം. ഭഗവാനെ പൂജിച്ചിരിക്കുന്നവർ ചിലപ്പോൾ ഒരു ഭക്തൻ പറയാനല്ലേ, ഒരാൾ ഇങ്ങനെ പൂജിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിനെ അന്വേഷിച്ച് അതിന്റെ സുഹൃത്ത് അവിടെ വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചു, ഭർത്താവ് ഇവിടെ ഉണ്ടോ? ഭർത്താവ് ചെരുപ്പ് കടയിലാണ്. ഭർത്താവ് ചെരുപ്പ് കടയിലാണ് പറഞ്ഞപ്പോൾ ഇവിടെ പൂജിച്ചിരിക്കുന്ന ഈ ബ്രാഹ്മണർക്ക് സങ്കടമായി. ഞാനിവിടെ പൂജിച്ചിട്ടിരിക്കുന്നു, ഭാര്യ എങ്ങനെ പറയാൻ എന്താ കാരണം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇദ്ദേഹം പൂജ ചെയ്യുമ്പോൾ ഇന്നലെ ചെരുപ്പ് കട കണ്ടെങ്കിൽ ചെരുപ്പ് കൊടുത്തു, അയാൾ ശരിയാക്കിയോ എങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ്, ഇവിടെ പൂജ ചെയ്തുകൊണ്ടിരുന്നാലും മനസ്സ് ചെരുപ്പ് കടയിലാണ്. അതുകൊണ്ട് ഭാര്യ പറഞ്ഞു, ഭർത്താവ് ചെരുപ്പ് കടയ്ക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ മനസ്സ് ഇവിടെ പൂജ ചെയ്താലും മനസ്സ് ചെരുപ്പ് കടയിലായതുകൊണ്ട് ചെരുപ്പ് കടയിലായി. അതേ നമ്മൾ ഇവിടെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഭഗവാനെ പൂജിക്കുന്ന വിധത്തിൽ ഒരു നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചാൽ അത് പൂജയായി കഴിഞ്ഞു. യഥാ വൈരാണുബന്ധന്. അപ്പോൾ ഏത് ഭാവത്തിലായാലും മനസ്സ് ഭഗവാനിലാവണം. സ്നേഹാത് കാമേന വാ യുഞ്ജാത് കഥഞ്ചിൻ നേക്ഷത്തെ പൃഥക്. ഇവിടെ പറയുന്നു നാരദൻ, യഥാ വൈരാണുബന്ധേന മർത്യ തന്മയതാം യാത്ത്. ഒരാളുടെ വൈരം പുലർത്തുമ്പോഴാണ് കൂടുതൽ അവരുടെ ഓർമ്മ നമുക്ക് വരാറുണ്ട്. ആരോടാണ് സ്നേഹിക്കണോ അവരുടെ ഓർമ്മ കൂടുതൽ വരാറില്ല. അതുകൊണ്ട് എന്താ, അതൊക്കെ ഉദാഹരണം കൂടി പറയുന്നു. കീടഹ പേശസ്കൃതാരുദ്ധ. ഒരു തേനീച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു വേട്ടാളൻ എന്ത് ചെയ്യും? ഒരു പുഴുവെടുത്ത് തൻ്റെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ വെച്ച് ഒരു കുത്തും കുത്തി ഒരു ഈരമണ്ണ് കൊണ്ട് അടച്ചിട്ടിട്ട് പോകും. പിന്നെ ഈ വേട്ടാളനെ ഓർത്ത് ഈ പുഴു വേട്ടാളൻ ഓർത്ത് എന്താവും? അവസാനം സ്വയം ഒരു വേട്ടാളനായി മാറി ആ കൂടും ഉടച്ച് മണ്ണിന്റെ കൊണ്ട് ഉണ്ടാക്കി അത് ഉടച്ച് പുറത്തു വരും. യഥാ കീടഹ പേശസ്കൃതാരുദ്ധ കുഡ്യായാം തം അനുസ്മരണ് സംരംഭ ഭയയോഗേന വിന്ദതേ തത്സർവോപതാം. അതേപോലെയാണ് ഭഗവാനെ ദേഷ്യം ചെയ്യുന്നവർ കൂടുതൽ ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനെ പ്രാപിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഭഗവാനെ ഭക്തി ചെയ്യുന്നവർക്ക് പോലും ചിലപ്പോൾ മോക്ഷം കിട്ടാറില്ല. ഭഗവാനെ ദേഷ്യം ചെയ്യുന്നവർക്കാണ് എല്ലാ അസുരന്മാർക്കും മുക്തി കിട്ടി. അങ്ങനെയാണ് കഥ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് കാരണം? അവരാണ് കൂടുതൽ ഭഗവാന്. ത്വം നൂണം അസുരാണാം നഹ പാരോക്ഷ്യ പരമോ ഗുരുഹു എന്നാണ് ഇവിടെ പറയുന്നു.
ഏത് വിധത്തിലായാലും ഭഗവാന്റെ ധ്യാനമാണ് നമുക്ക് മുഖ്യം. കാമാത് ദ്വേഷാത് ഭയാത് സ്നേഹാത് യഥാ ഭക്തീശ്വരേ മനഃ. ഓരോരോ ഭാവത്തിലാണ് അവർ ഭഗവാനെ പ്രാപിച്ചു. ഗോപ്യ കാമാത്, ഗോപികൾ കാമം കൊണ്ട് ഭഗവാനെ പ്രാപിച്ചു പറഞ്ഞാലും ഇത് ഗോപികളുടെ കാമം നമ്മുടെ കാമം പോലെ വിചാരിക്കേണ്ട. നമുക്ക് പ്രേമം പറഞ്ഞാൽ മനസ്സിലാവില്ലേ. പ്രേമൈവ ഗോപരാമാണാം കാമയിത്യഗമത് പ്രഥാം. അവരുടെ പ്രേമമാണ് കാമമായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നു. എന്നാലും ഇതൊക്കെ ഗോപ്യ കാമാത് ഭയാത് കംസഃ ദേശാത് ചൈത്യാദയോ നൃപാഹ സംബന്ധാത് വൃഷ്ണയ സ്നേഹാദ്യൂയം ഭക്ത്യാ വയം വിഭോ. ഓരോരോ കാമം ക്രോധം ദ്വേഷം ഇതൊക്കെ ദുഷിച്ച ഗുണങ്ങളാണ്. ഇതൊക്കെ പാടില്ലേ പറയുന്നു മഹാത്മാക്കൾ. പക്ഷേ നാരദൻ എന്താ പറയുന്നു? കാമക്രോധാഭിമാനാധികം തസ്മിന്നേവ കരണീയം. നിനക്ക് കാമം ഉണ്ടാവോ? കാമം ഉണ്ടായാൽ ആ കാമം കൃഷ്ണനുക്ക് സമർപ്പിക്കൂ. ദേഷ്യം ഉണ്ടായാൽ കൃഷ്ണനെ സമർപ്പിക്കൂ. ഒരു ഭക്തനുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും ഭഗവാനെ ചീത്ത വിളിക്കണം എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചീത്ത വിളിച്ചോളാം. എന്താ കാരണം? എന്ത് ചെയ്താൽ ഏത് അഭിമാനാധികം ഏത് ദുഷിച്ച ഭാവം ഭഗവാനെ അടുത്ത് ചെയ്യുമ്പോൾ അത് ശുദ്ധമായി തീരും. അപ്പൊ ആദ്യം കാശിയിൽ പോയാൽ നമുക്ക് കാണാം ചളിവെള്ളമൊക്കെ റോഡിലൂടെ വരും. അത് ഒരാൾ ചവിട്ടാറില്ലേ, ചളിവെള്ളമൊക്കെ ചാടി ചാടി പോകും. അതേ ചളിവെള്ളം ഗംഗയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഗംഗയായി ഹരി ഹരി എല്ലാവരും കുളിക്കും. എന്താണ് കാരണം? ഗംഗയിൽ മുമ്പ് അത് ചളിവെള്ളമായിരുന്നു, ഗംഗയിൽ വീണപ്പോൾ അത് ഗംഗയായി മാറി. അതേപോലെയാണ് കാമക്രോധാദി ദുഷിച്ച ഗുണങ്ങളൊക്കെ ഭഗവാന്റെ അടുത്ത് ചെയ്യുമ്പോൾ അത് നല്ലതായി മാറി. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ ഭഗവാനെ ചീത്ത വിളിക്കാൻ തുടങ്ങിക്കോളാം. അങ്ങനെ ഒരാളും പുറപ്പെടരുത്. ഭഗവാനെ ചീത്ത വിളിച്ചാൽ നിനക്ക് സദ്ഗതി കിട്ടും. ഇങ്ങനെ ആരെങ്കിലും ഒരു ഋഷി പറയണം. നമ്മൾ സ്വന്തമായിട്ട് ഇതും ചെയ്യാൻ പാടില്ല. ഇതാണ് നമ്മുടെ ധർമ്മത്തിന്റെ പ്രകാരം. ഹിന്ദുധർമ്മത്തിന്റെ വിശേഷം എന്താണ്? സ്വന്തമായിട്ട് ഒന്നും തീരുമാനം എടുക്കാൻ പാടില്ല. തസ്മാത് ശാസ്ത്രം പ്രമാണത്തെ കാര്യാകാര്യ വ്യവസ്ഥ. ഭഗവാൻ ഗീതയിൽ പറയുന്നു എല്ലാത്തിനും ഒരു ശാസ്ത്രം വേണം. ഇപ്പൊ ശിശുപാലൻ, ദന്തഭക്തൻ, രാവണൻ, കുംഭകർണൻ, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു ഭഗവാനെ ചീത്ത വിളിച്ച് ദേഷ്യം ചെയ്ത് അവർ ഭഗവാനെ പ്രാപിച്ചു വിചാരിച്ച് നമ്മൾ ചെയ്യാൻ പുറപ്പെട്ടാൽ നമുക്ക് നരകം മാത്രമേ കിട്ടുള്ളൂ. എന്താണ് കാരണം? സനത്കുമാരൻ പറഞ്ഞിട്ടുണ്ട് അവരോട്, നിങ്ങൾ 3 ജന്മം ഭഗവാനെ ചീത്ത വിളിച്ച് പ്രാപിച്ചോളൂ. അങ്ങനെ ആരെങ്കിലും ഒരു ഋഷി പ്രോക്തമായി നമ്മൾ ചെയ്താൽ കുഴപ്പമില്ല. ഒരു ഋഷി പറയണം. മുച്ചുകുന്ദനോട് ഗർഗാചാര്യം പറഞ്ഞു, ഉറങ്ങി കിടന്നോളൂ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. വെറുതെ ഉറങ്ങുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവില്ല. ഒരു ഋഷി പറഞ്ഞ് ഉറങ്ങി കിടന്നാൽ ഉണർത്താൻ ആളെയും വിളിച്ചു കൊണ്ടുവന്ന് ഭഗവാൻ ദർശനം കൊടുക്കും. പാകിമദന ഗോപാല മുകുന്ദ പാലിത പരിപാലിത മുച്ചുകുന്ദ പരിപാലിത മുച്ചുകുന്ദ. തമിഴ്നാട്ടിൽ ദിവ്യനാമ കീർത്തനം ചെയ്യാറുണ്ട്. ഒരു വിളക്ക് നടുക്ക് വെച്ച് പ്രദക്ഷിണം നാമം ചൊല്ലി പ്രദക്ഷിണം വയ്ക്കാറുണ്ട്. ദിവ്യനാമ സങ്കീർത്തനം. ദീപം മധ്യേ ഭക്താഹ സംഗമ്യച്ച അന്യോന്യം ദീപം മധ്യേ നിധായച്ച ജ്യോതിർമയം മാം ധ്യായന്തഃ കീർത്തയന്തശ്ച മദ്ഗുണാൻ പ്രദക്ഷിണം പ്രകുർവന്തഃ ഭൂപ്രദക്ഷിണജം ഫലം. ആ ജ്യോതിസ്വരൂപനായി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അവിടെ ഒരു നാമം ചൊല്ലി പ്രദക്ഷിണം വെച്ചാൽ ഭൂപ്രദക്ഷിണജം ഫലം, ഭൂമി മുഴുവനും പ്രദക്ഷിണം ചെയ്ത ഫലമാണ്. അതുകൊണ്ടായിരിക്കും ഇവിടെയും കേരളത്തിലും വിളക്ക് നടുക്ക് വെച്ച് തിരുവാതിരക്കളിയിൽ പറഞ്ഞിങ്ങനെ പ്രദക്ഷിണം വയ്ക്കാറുണ്ട്. ഇതിന്റെ ദിവ്യനാമ സങ്കീർത്തനത്തിന്റെ ഒരു ഭാഗമായിരിക്കും. ജ്യോതിരും ഭൂപ്രദക്ഷിണ ലഭന്തേ നാത്ര സന്ദേഹ വിനതാനന്ദവർദ്ധന. അപ്പോൾ അങ്ങനെ ഭഗവാന് നാമം ജപിക്കുമ്പോൾ ഈ കീർത്തനം പാടാറുണ്ട്. സാധാരണ ദ്രൗപദിയെ രക്ഷിച്ചത് എന്തുകൊണ്ട്? ദ്രൗപദി വിളിച്ചു. ഗജേന്ദ്രൻ രക്ഷിച്ചത് എന്തുകൊണ്ട്? ഗജേന്ദ്രൻ വിളിച്ചു. ഇവിടെ മുച്ചുകുന്ദൻ വിളിച്ചിട്ടില്ലേ, വെറുതെ കൂർക്കം വിളിച്ച് കിടന്ന ആളാണ്. പക്ഷേ അയാളെയും ഭഗവാൻ ഉണർത്തി ദർശനം കൊടുത്തു. ഇതിൽ നിന്ന് എന്താണ്? ഒരു ഗുരുനാഥന്റെ അനുഗ്രഹം ഉണ്ടായാൽ മതി, ഭഗവാൻ ഉണർത്തി അനുഗ്രഹിക്കും. അതുകൊണ്ട് വേനനക്ക് സദ്ഗതി കിട്ടിയോ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്താ പറയാൻ കാരണം? വേനനക്ക് സദ്ഗതി കിട്ടിയിട്ടില്ലേ. എന്താ കാരണം? ബ്രഹ്മദണ്ഡ ഹതപാപഹ. പക്ഷെ വേനനക്ക് സദ്ഗതി കിട്ടിയെന്ന് പറയേണ്ടി വരും. എന്താണ് കാരണം? ഹിരണ്യകശിപുശ്ചാപി ഭഗവൻ നിന്ദയാതമഹ പ്രഹ്ലാദസ്യ അനുഭാവത. ചതുർത്ഥ സ്കന്ധത്തിൽ ഇത് എടുത്ത് പറയുന്നുണ്ട്. പ്രഹ്ലാദന്റെ മഹിമ കൊണ്ട്. കാരണം ഒരാളെ ദേഷ്യം ചെയ്യുമ്പോൾ, ഇപ്പൊ പ്രഹ്ലാദനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ പ്രഹ്ലാദനെ എങ്ങനെ കൊല്ലണം, പ്രഹ്ലാദനെ എങ്ങനെ കൊല്ലാം എന്ന് ആലോചിച്ച് ഇപ്പൊ എന്തായി? ഭഗവാന്റെ ധ്യാനത്തേക്കാൾ ഭക്തന്റെ ധ്യാനം കൂടുതലായി പോയി ഹിരണ്യകശിപുക്ക്.
അപ്പൊ ഭഗവാനെ ധ്യാനിച്ചാൽ അത് ചെറിയ ധ്യാനമാണ്, ഭക്തന്മാരെ ധ്യാനിച്ചാൽ അത് വലിയ ധ്യാനമാണ്. അപ്പൊ ഭക്തനായ പ്രഹ്ലാദനെ ധ്യാനിച്ചത് കൊണ്ട് ഹിരണ്യകശിപുക്കും മോക്ഷം കിട്ടി. പ്രഹ്ലാദന്റെ ഗുണം കൊണ്ട്, മഹിമ കൊണ്ട് ഹിരണ്യകശിപുന് മോക്ഷം കിട്ടി പറയുന്നത് പോലെ വേണ്ടി വരും ചിലപ്പോൾ ഇവിടെ വേനൻക്ക് മോക്ഷം കിട്ടി പറയേണ്ടി വരും. എന്താ കാരണം? സത്പുത്ര സന്താരിത, വേനന്റെ പുത്രനായി ഭഗവാൻ ജനിച്ചത് കൊണ്ട് നല്ലത് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ പറയുന്നു നല്ലത് കിട്ടിയിട്ടില്ലേ പറയുന്നു, അവിടെ പറയുന്നു സദ്ഗതി കിട്ടി പറയുന്നു. എന്തായാലും അതിന്റെ ചർച്ചയ്ക്ക് നമുക്ക് പോവേണ്ട. അത് നേരിട്ട് വൈകുണ്ഠത്തിൽ പോയി വേരണ കണ്ടാൽ ചോദിക്കാം എന്താണ്. ഇവിടെ ചതുർത്ഥസ്കന്ധത്തിൽ കിട്ടി എന്നാണ് പറയുന്നു, സപ്തമസ്കന്ധത്തിൽ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നു. പക്ഷേ കിട്ടി പറയാൻ ഒരു കാരണം അവിടെ പറയുന്നുണ്ട്. പൃഥ്വിന്റെ മഹന്റെ സദ്ഗുണം കൊണ്ട് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും വേനനക്ക് പോലും. കഥമോപി നവേനസ്യാത് പഞ്ചാനാം പുരുഷാം പ്രതി തസ്മാത് കേനാപ്യുപായേന മണകൃഷ്ണേ നിവേശത്. ഇതിന്റെ ചുരുക്കം എന്താണ് പറഞ്ഞാൽ എന്തെങ്കിലും ഉപായത്തിൽ മനസ്സ് ഭഗവാനിലാവണം. ഇത് പറഞ്ഞപ്പോഴാണ് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നു. ദേഹ ഇന്ദ്രിയ അസൂഹി, വൈകുണ്ഠത്തിലിരിക്കുന്നവർക്കൊക്കെ നമ്മളെപ്പോലെ സാധാരണ ദേഹം ഇല്ലേ? കാമാന്നി കാമരൂപ്യനുസഞ്ചരൻ തത്സാമഗായൻ. തൈത്രീയപുരത്ത് അവസാനിക്കുമ്പോൾ തന്നെ വൈകുണ്ഠത്തിൽ ചിലപ്പോൾ രൂപങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ വിഷ്ണു പാഠങ്ങളൊക്കെ ഉണ്ടാവുന്നു. അവിടെയും വൃക്ഷലതാദികളൊക്കെ ഉണ്ട് പറയുന്നുണ്ട് ഭാഗവതത്തിൽ. അതൊക്കെ സാധാരണ വൃക്ഷലതാദികൾ വിചാരിക്കേണ്ട. വൃന്ദാവനത്തിലിരിക്കുന്ന വൃക്ഷലതാദികളൊക്കെ സാധാരണ വൃക്ഷലതാദികളില്ലേ? പുണ്യാദ്രിതരാണ്, കൂടുതൽ പുണ്യം ചെയ്തവരാണ് വൃന്ദാവനത്തിൽ ജന്മം സ്വീകരിക്കുന്നു. അതേപോലെ ഇവിടെ ശങ്കരാചാര്യനും ബ്രഹ്മസൂത്രത്തിൽ പറയുന്നുണ്ട്, മുക്ത അപി ലീലയാ വിഗ്രഹം ധൃത്വ. മുക്തന്മാർ പോലും ലീലയാ, ഒരു ലീലയ്ക്ക് വേണ്ടി ഒരു രൂപം സ്വീകരിച്ച് അവർ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി രൂപം എടുത്ത് അവിടെ സഞ്ചരിക്കുന്നുണ്ട് വൈകുണ്ഠത്തിൽ. അങ്ങനെ സഞ്ചരിക്കുന്നവർ പാട്ടൊക്കെ പാടാറുണ്ട്. ഏതത് സാമഗായന്നാസ്തേ അങ്ങനെ പാട്ടൊക്കെ പറയുന്നുണ്ട്. എന്താ അങ്ങനെ പാടാൻ എന്താ കാരണം? അവിടെ ചെന്ന ശേഷം ഇത്രയും നേരം വളരെ സങ്കടപ്പെട്ടു. കേരളത്തിൽ ഈ വേദത്തിൽ ഇങ്ങനെ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായില്ല. എന്ത് ഊഹ എന്നതിന്റെ അർത്ഥം ഇങ്ങനെ പറയുന്നുണ്ടെന്നോ. കേരളത്തിൽ വന്ന ശേഷമാണ് സമാധാനമായി. അത് വേറെ സമാധാനം ഇല്ലേ? വൈകുണ്ഠത്തിൽ എത്തിയപ്പോഴാണ് അവർക്ക് പാടുന്നു ഏതത് സാമഗായന്നാസ്തേ തൈത്രീയപുരത്ത് അവസാനിക്കുന്ന മന്ത്രമാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്നവർക്കൊക്കെ സാധാരണ ദേഹം വിചാരിക്കണം. ദേഹ ഇന്ദ്രിയ അസുഹീനാണാം വൈകുണ്ഠപരവാസിനാം ദേഹസംബന്ധ സമ്പദ്ധം. ദേഹസംബന്ധമായ ഈ ശാപതാപാദികൾ അവിടെ എങ്ങനെ വന്നു? ഇത് ചോദിച്ചപ്പോഴാണ് നാരദൻ കാരണം പറയുന്നു. അപ്പോൾ അവിടെ ദേഹേന്ദ്രിയം ഇല്ലാത്തവർക്ക് ശാപം കിട്ടി, അവരെ കാമകോപം ജയിച്ചവർക്ക് അവിടെ കോപം വന്നു. ഇതൊക്കെ പറഞ്ഞാൽ ഇതിനെ ഒരു കാരണം തീരുമാനിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ശ്രീധരസ്വാമികൾ പറയുന്നു, ഇതൊക്കെ എല്ലാം ഭഗവതഃ യുത്സാ സമജനി അങ്ങനെ വ്യാഖ്യാനത്തിൽ പറയുന്നു. സർവം ഭഗവത് പ്രേരണയൈവ ഭൂമണ്ണ്. ഭട്ടത്തിരിയും പറയുന്നുണ്ട്, ഭഗവാനക്ക് യുദ്ധം ചെയ്യണം തോന്നി. ഇങ്ങനെ തോന്നാമോ ചോദിച്ചാൽ അത് ഭഗവാനോട് ചോദിക്കണം. ഭഗവാനക്ക് യുദ്ധം ചെയ്യാൻ തോന്നിയപ്പോൾ യുദ്ധം ചെയ്യാനുള്ള പാകത്തിൽ ശക്തിയുള്ളവർ അടുത്തിരിക്കുന്ന കാവൽക്കാരാണ്, ജയവിജയന്മാരാണ്. ഒരു യുദ്ധം ചെയ്യാൻ ഒരു പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞില്ല, എനിക്ക് അടിക്കണം തള്ളണം, അങ്ങനെ പറഞ്ഞാൽ തള്ളിക്കൊള്ളൂ, അങ്ങനെ കാണിച്ചിരിക്കും. അത് സ്വാരസ്യമില്ലേ? തള്ളിക്കൊള്ളു കാണിക്കാരോട് യുദ്ധം ചെയ്താൽ സ്വാരസ്യമില്ലേ? എതിർത്ത് പൊറുതിനോട് യുദ്ധം ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വാരസ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെ കൊണ്ട് ദേഷ്യം വരാത്ത ആളെ കൊണ്ട് ദേഷ്യം ഉണ്ടാക്കി ഭഗവാൻ അവർക്ക് ഉണ്ടാക്കി. മയൈവ നിമിത്തഃ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് തൃതീയ സ്കന്ധത്തിൽ. ശാപോ മയൈവ നിമിത്തഃ തഥാ അവൈത വിപ്രാഹ. അങ്ങനെ സനകാദികളെ കൊണ്ട് അവർക്ക് ഒരു ശാപം കൊടുത്ത് ഭഗവാൻ ജനിപ്പിച്ചു. അങ്ങനെ ഭഗവാന്റെ സങ്കല്പപ്രകാരമാണ് ഈ കഥ ഇവിടെ പറയുന്നു. ഏകദാ ബ്രഹ്മണ പുത്ര വിഷ്ണോർലോകം യദിച്ഛയാ സനന്ദനാദയോ ജഗ്മുഹു ചരന്തോ ഭുവനത്രയം. ഇവിടെ പേര്, ഇവിടെ തളയ്പ് എനിക്ക് ഇട്ട പ്രഭാഷണത്തിന്റെ ആ വരി എന്നാണ് അഹങ്കാര രൂപിയായ ഹിരണ്യകശിപു എന്നാണ്. പക്ഷെ പേര് പ്രഭാഷണത്തിന്റെ വിഷയം ഏതായാലും പറയേണ്ടത് ഒന്നെയാണ്. നരസിംഹ അവതാരം പറഞ്ഞാൽ ഇത് തന്നെ പറയേണ്ടി വരും, പ്രഹ്ലാദ ചരിത്രം പറഞ്ഞാൽ ഇത് തന്നെയാണ് പറയണം, ഇല്ലെങ്കിൽ ഹിരണ്യകശിപു മഹിമ നിങ്ങൾ പറഞ്ഞാൽ ഇത് തന്നെ പറയേണ്ടി വരും. ഹിരണ്യകശിപുവിന്റെ മഹിമയാണ് എല്ലാം.
ഭക്തന്റെയും ഭഗവാന്റെയും മഹിമയും ഒരുമിച്ചാണ് ഇവിടെ കിടക്കുന്നു. ഒരിക്കൽ സനകാദി യോഗീശ്വരന്മാർ ഭഗവാനെ കാണാൻ വേണ്ടി പോകുന്നു. നാമം ജപിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നാമം ചൊല്ലാറുണ്ട്. കാരണം ഉറങ്ങിപ്പോവും, ഉച്ച സമയമായതുകൊണ്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോവും. കുറച്ച് നാമം ജപിക്കാം. ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീഹരിശരണം മമ, ശ്രീകൃഷ്ണ ശരണം, ശ്രീഹരിശരണം മമ, ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീഹരിശരണം മമ, ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീഹരിശരണം മമ, ശരണം മമ, ശ്രീഹരിശരണം മമ, ശ്രീഹരിശരണം മമ, ശ്രീഹരിശരണം മമ. ഹരിശരണമേവം ഹി നിത്യം യേഷാം മുഖേ വചഃ. ഈ സനകാദി യോഗീശ്വരന്മാർ എപ്പോഴും ഈ പഞ്ചാക്ഷരമാണ് ഹരിശരണം. ഇത് വിഷ്ണു പഞ്ചാക്ഷരമാണ്. ഇത് ജപിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ജരാനര ബാധിക്കില്ല. എപ്പോഴും 5-6 വയസ്സ് കുട്ടികളാണ്. പഞ്ചഷഡ്ഢായനാർഭാഭാഹ, പഞ്ചഷട്ട് ഹായന അർഭ ആഭാഹ. 5-6 വയസ്സ് കുട്ടിയായി കാണാൻ എന്താ കാരണം? അതുകൊണ്ട് തന്നെ ഹരിശരണം എപ്പോഴും ജപിച്ചു നോക്കൂ, നിങ്ങൾക്കും യുവാക്കളായി മാറാൻ സാധിക്കും. അങ്ങനെ കുറേ നേരം ജപിച്ചിട്ട് എനിക്കിന്നു അപ്പോഴും ജരാനര ബാധിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കരുത്. ശരീരം ആവട്ടെ, മനസ്സ് എപ്പോഴും യുവാവായിരിക്കും. അതാണ് പ്രധാനം വേണ്ടത്. അവർ നാമം ജപിച്ച് വൈകുണ്ഠത്തിലെത്തിയപ്പോഴാണ് ജയവിജയന്മാർ തടയുന്നതും. അപ്പോൾ അവർക്ക് ശാപം 3 ജന്മം പാപിഷ്ഠാം ആസുരീം യോനിം ബാലിശൗ യാതമാസ്വതാണ് ശാപം കൊടുക്കുന്നു. അവരാണ് ആദ്യ ജന്മത്തിൽ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപുവായും, 2ാമത്തെ ജന്മത്തിൽ രാവണൻ കുംഭകർണനായും. അപ്പോൾ ഹിരണ്യാക്ഷന വരാഹരൂപത്തിലും ഹിരണ്യകശിപ നരസിംഹരൂപത്തിലും രാവണ കുംഭകർണന്മാർ രാമാവതാരത്തിലും ഭഗവാൻ വധിച്ചു. ആ രാമായണ കഥ നീ മാർക്കണ്ഡേയ മുഖാത് പ്രഭോ. ഇവിടെയാണ് ശുകാചാര്യന്റെ ഒരു മഹിമ, അല്ലെങ്കിൽ നാരദന്റെ മഹിമ എന്നെങ്കിൽ പറയേണ്ടി വരും. ഈ കഥ ധർമ്മപുത്ര നീ മാർക്കണ്ഡേയൻ ഉനക്ക് നല്ല വിധത്തിൽ പറഞ്ഞു കേൾപ്പിക്കും. എന്താണ് കാരണം? ഇപ്പോൾ രാജസൂയ സദസ്സിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാർക്കണ്ഡേയൻ പറയാൻ പോകുന്നത് എപ്പോഴാണ്? ഇപ്പോൾ നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ധർമ്മപുത്ര. പിന്നെ ചൂതുകളിയെല്ലാം തോറ്റു, പിന്നെ വനവാസം 12 കൊല്ലം നീ ബുദ്ധിമുട്ടും. അപ്പോൾ മാർക്കണ്ഡേയൻ നിനക്ക് ആ രാമായണ കഥ പറഞ്ഞു കേൾപ്പിക്കും. എന്നെപ്പോലെ ബുദ്ധിമുട്ടിയ ആളാരെങ്കിലും ഉണ്ടോ എന്ന് മാർക്കണ്ഡേയനോട് ചോദിക്കുമ്പോഴാണ് ധർമ്മപുത്രൻ മാർക്കണ്ഡേയൻ പറഞ്ഞു കൊടുക്കുന്നു, നീ കാട്ടിൽ വനവാസത്തിൽ വന്ന പോലെ ദ്രൗപദി അടുത്തുണ്ട്, നിന്റെ സഹോദരന്മാരൊപ്പമുണ്ട്, കൂടെ സഹായിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. ധർമ്മപുത്രൻ വനവാസം വെച്ചാൽ ഒരു പിക്നിക് പോയത് പോലെ പോയിട്ടുണ്ട്. എപ്പോഴും ഋഷീശ്വരന്മാരാണ്. എപ്പോഴും രാവിലെ ശസ്ത്രവിദ്യ അഭ്യാസം, നാമഘോഷം, എല്ലാവർക്കും അന്നദാനം ചെയ്തുകൊണ്ട് സുഖമായിട്ട് ജീവിച്ചിരുന്നു. ഭാര്യയും ഇല്ലാതെ വളരെ വിഷമിച്ച് രാമൻ വനവാസത്തിൽ സങ്കടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ രാമായണം പറയുന്നു മാർക്കണ്ഡേയൻ. അത് നീ കേൾക്കാൻ പോകുന്നു. പിന്നെ ഇപ്പോൾ നിന്റെ മാതൃശ്വസ്ത്രാത്മജവും നിന്റെ ബന്ധുക്കളായി ജനിച്ചു, ഭഗവാന്റെ ബന്ധുക്കളായി ജനിച്ചു ഈ ശിശുപാളൻ ദന്തഭക്തനായി. അതുകൊണ്ട് അവർക്ക് മോക്ഷം കിട്ടി. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നു. സ്വന്തം മകനായ പ്രഹ്ലാദനോട് ദേഷ്യം ഉണ്ടാവാൻ എന്താണ് കാരണം ചോദിച്ചപ്പോഴാണ് വീണ്ടും ഹിരണ്യകശിപു ചരിത്രം ഇവിടെ വർണ്ണിക്കുന്നു. ഭ്രാതരയേവം വിനിഹതേ ഹരിണാ ക്രോഡമൂർത്തിന ഹിരണ്യകശിപൂരാജൻ പര്യതപ്യദൃഷാസു ച. സ്വന്തം സഹോദരനെ വരാഹരൂപത്തിൽ ഭഗവാൻ വധിച്ചു കേട്ടപ്പോൾ കയ്യിൽ ശൂളം എടുത്ത് പ്രതിജ്ഞ ചെയ്തു. ശൂളമുദ്യമ്യ സദസി ദാനവാണിതമബ്രവീത്. ദേഷ്യം വരുന്നവർക്ക് ഒരാളുടെ പേര് പോലും തോന്നാറില്ലേ? കൂടുതൽ കാമകോപങ്ങൾ വർദ്ധിക്കും പോലെ പേര് പോലും മനസ്സിലുണ്ടാവില്ലേ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നു, വിളിക്കുമ്പോൾ ഭോ ഭോ ദാനവ ദൈതേയ ദിമൂർധന്, 2 തലമുള്ള അസുരനെ, 3 കണ്ണുള്ള അസുരനെ, ത്രക്ഷ ശതബാഹോ 100 കൈയുള്ള അസുരനെ, കുതിരമുഖ അസുരനെ എന്ന് ഒരാളുടെ പേര് പറയാതെ അവരുടെ രൂപം നോക്കി പറയുന്നു. ദിമൂർധന്, ത്രക്ഷ, ശംബര, ഹസതബാഹോ, ഹയഗ്രീവ. പിന്നെ കുറച്ച് ഒരാളുടെ പേര് ഓർമ്മ. അതുപോലെ നമുചേ പാക ഇൽവള വിപ്രചിത്തെ മമച. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കും. ഈ ശൂളം കണ്ട് ആ വിഷ്ണുയുടെ മാരടം കുത്തി കീറി രക്തം എടുത്ത് എന്റെ അനുജനെ ഞാൻ തർപ്പിക്കും. രുധിരപ്രിയം. ഇതാണ് വിഷ്ണുവിന്റെ വിഡ്ഢിത്തനം. നമ്മളെപ്പോലെ രക്ത അസ്ഥി മാംസമയമായ ശരീരമാണ് ഭഗവാന്റെ ശരീരം വിചാരിക്കുന്നു. പക്ഷേ പറഞ്ഞത് അത് ഭഗവാന്റെ മാരടം കുത്തി കീറി രക്തമെടുക്കും പറഞ്ഞത് കൊണ്ടാണ് യഥാമാം പ്രപദ്യന്റെ. അതേപോലെ ഭഗവാൻ കുത്തി കീറി രക്തമൊക്കെ എടുക്കാൻ പോകുന്നു. നമ്മൾ ഏത് ഭാവത്തിലാണ് ഭഗവാനെ സമീപിക്കുന്നു അതേപോലെ അനുഗ്രഹം ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. എന്റെ അനുജനക്ക് രുധിരം, രക്തമാണ് ഇഷ്ടം. അതുകൊണ്ട് രക്തം കൊണ്ട് ഞാൻ തർപ്പിക്കാൻ പോകുന്നു.
ഇത് കുറച്ച് കൂടുതലായി പോയി. ചില ആളുകൾ തമിഴ്നാട്ടിലൊക്കെ ശ്രാദ്ധത്തിൽ ചെയ്യും, പിതൃക്കളുടെ ശ്രാദ്ധം വരുമ്പോൾ അച്ഛനക്ക് എന്താണ് ഇഷ്ടം അതൊക്കെ ചെയ്യാറുണ്ട്. അച്ഛനക്ക് പടവലങ്ക ഇഷ്ടമെങ്കിൽ പടവലങ്ക കറി ഉണ്ടാക്കും. അച്ഛനക്ക് വഴുതനങ്ക ഇഷ്ടമെങ്കിൽ അത് ഉണ്ടാക്കും. അച്ഛനക്ക് ഏത് വേഷ്ടിയാണോ ഇഷ്ടം ആ വേഷ്ടി ദാനം ചെയ്യാറുണ്ട്. ഇത് ഒരു പരിധിയോടെ നിർത്തണം. ചില ആളുകൾ ചെയ്യും, അച്ഛനക്ക് മൂക്കുപൊടി വിടാറുണ്ട്, അതുകൊണ്ട് മൂക്കുപൊടി ഡപ്പി അതൊക്കെ കൂടുതലായി പോകും. ഒരു പരിധിയോടെ നിർത്തണം. ഇവിടെ രുധിരപ്രിയം, ഈ ഹിരണ്യാക്ഷൻ എനിക്ക് രുധിരം ഇഷ്ടം, അതുകൊണ്ട് രുധിരം കൊണ്ട് ഞാൻ തർപ്പിക്കും ശപഥം ചെയ്തു. വിഷ്ണുവിന്റെ പ്രധാന കാരണം ദ്വിജക്രിയാമൂലഹ, ബ്രാഹ്മണന്മാരുടെ ധർമ്മങ്ങൾ കൊണ്ടാണ് ഈ വിഷ്ണു വളർന്നു വരുന്നു. വിഷ്ണു വളർന്നു വരുന്നത് കൊണ്ടാണ് ദേവന്മാർ സന്തോഷിക്കുന്നു. ഇവിടെ പറയുന്നു വിഷ്ണു പ്രാണ ദിവൗകസഹ, കൃത്തമൂലെ ഒരു മരത്തിന്റെ വേര് വെട്ടിയാൽ മതി, പിന്നെ ശാഖകളും ഇലകളും പൂക്കളും കായ്കളും എല്ലാം സ്വയം വാടിപ്പോകും. അതുപോലെ എല്ലാ ദേവന്മാർക്കും വേരാണ് വിഷ്ണു. ആ വിഷ്ണുവിന് വേരാണ് ഈ സദ്ധർമ്മങ്ങൾ. പണ്ടേ തീരുമാനിച്ചതാണ് ഈ ഹിരണ്യകശിപു. എത്ര എത്ര ദ്വിജാഗാവോ നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം, പശുക്കളും ബ്രാഹ്മണന്മാരും നന്നാവട്ടെ. ബാക്കി നന്നാവേണ്ടേ? ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു, എപ്പോഴും പശുക്കളും ബ്രാഹ്മണനും നന്നാവട്ടെ പറയാൻ എന്താ കാരണം? അവർ നന്നായാലേ പിന്നെ അടുത്തവർ എന്താണ്? ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. പശുക്കളും ബ്രാഹ്മണനും നന്നായാലേ ബാക്കി ലോകാ സമസ്ത സുഖിനോ ഭവന്താവുള്ളൂ. കാരണം ആ പശുവിൽ നിന്ന് കിട്ടുന്ന പാല് കൊണ്ട് ശിവനുക്കും അഭിഷേകം ചെയ്ത്, ഇല്ലെങ്കിൽ യാഗങ്ങളൊക്കെ ചെയ്താലേ സത്കർമ്മങ്ങൾ ചെയ്താലേ പിന്നെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആവുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നു എത്ര എത്ര ദ്വിജാഗാവഹ, ബ്രാഹ്മണന്മാരും പശുക്കളും ഉള്ള സ്ഥലത്തിൽ ചെന്ന് അവിടെ പോയി തീ വെച്ചോളൂ, വലിയ വലിയ മരങ്ങളൊക്കെ വെട്ടിമുറിച്ചോളൂ, പഴങ്ങൾ കൊടുക്കുന്ന മരങ്ങളൊക്കെ വെട്ടിമുറിച്ചോളൂ എന്നൊക്കെ കൽപ്പിച്ചു ഹിരണ്യകശിപുവും. അതുപോലെ അവർ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് സ്വന്തം സഹോദരന്റെ ഭാര്യയും സഹോദരന്റെ കുട്ടികളും കരയുമ്പോൾ അവർക്ക് ഗംഭീര ഒരു ഹിരണ്യകശിപുവിന്റെ വേദാന്ത ഉപദേശം. ഇതുപോലെ ഭഗവാൻ പോലും ആദിശങ്കരാചാര്യൻ പോലും ഇങ്ങനെ ഒരു വേദാന്ത ഉപദേശം കൊടുത്തിട്ടില്ല. എല്ലാവരും ശ്രദ്ധിച്ച് അത് വായിക്കേണ്ടതാണ്. എനിക്ക് ഇവിടെ പറയാൻ സമയമില്ല, കുറച്ച് പറയാമെങ്കിൽ. അംബാംബഹേ വധുപുത്രാഹ വീരം മാർഹതശോചിതം. ദുഃഖിക്കുന്ന ആൾക്കാർക്ക് വേദാന്തമാണ് സമാധാനം. റിപൂർ അഭിമുഖേ ശ്ലാഘ്യ ശൂരാണം വധ. എന്നെ ദുഃഖിക്കുന്നത് ഈ ശരീരം ഇല്ലേ, ശരീരം ഞാൻ വിചാരിക്കുമ്പോഴല്ലേ ദുഃഖം ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ പറയുന്നു ശൂരാണം വധ. ഈ വലിയ വലിയ ശൂരന്മാർക്ക് എന്താണ് ഇഷ്ടം? യുദ്ധത്തിൽ മരിക്കണം. അതാണ് ശൂരന്മാരുടെ ഇഷ്ടം. അപ്പോൾ ഹിരണ്യാക്ഷന്റെ ഇഷ്ടപ്രകാരമാണ് ഹിരണ്യാക്ഷൻ മരിച്ചത്. ഇവിടെ നമ്മളൊക്കെ ഒരുമിച്ച് ചേർന്നതൊക്കെ എങ്ങനെ പോലെയാണ്? ഭൂതാനാമിക സംവാസഹ പ്രപായാമിവ സൂരത്തെ. പ്രപാ പറഞ്ഞാൽ തണ്ണീർ പന്തൽ. പണ്ടൊക്കെ നടന്ന് യാത്ര ചെയ്യുന്ന സമയമാണ്. നടന്ന് യാത്ര ചെയ്യുമ്പോൾ ഉച്ച സമയത്തിൽ നടക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു തണ്ണീർ പന്തലിൽ എല്ലാവരും ഒരുമിച്ചിരിക്കും. ആ തണ്ണീർ പന്തലിൽ ഇടയ്ക്ക് സംഭാരമൊക്കെ കൊടുക്കാറുണ്ട്, പാനകമൊക്കെ കൊടുക്കാറുണ്ട്. അത് കുടിച്ച് കുറച്ചു നേരം സംസാരിക്കും. ഇപ്പോൾ തണ്ണീർ പന്തൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. തണ്ണീർ പന്തലിന്റെ സംസ്കാരം തന്നെ ഇപ്പോൾ ഇല്ലേ. ഒന്ന് വേറെ പറയാം. ഇപ്പൊ റെയിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ്. റെയിൽ യാത്ര ചെയ്യുമ്പോൾ പരസ്പരം സീറ്റ് റിസർവേഷൻ ചെയ്ത് അവരുടെ സീറ്റ് നോക്കി കൃത്യം ഇരിക്കും. ഇപ്പൊ മുമ്പിൽ ഇരിക്കുന്ന കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ലേ? എന്താ പേരെന്താണ്, ആടെ എന്താണ് ചോദിക്കും. അവിടെ എൻ്റെ സുഹൃത്തുണ്ട് ഇങ്ങനെ പറഞ്ഞ് പരസ്പരം ബന്ധപ്പെടും. പിന്നെ നിങ്ങൾ അഡ്രസ്സ് മൊബൈൽ നമ്പർ തരും. അവരുടെ മൊബൈൽ അഡ്രസ്സ് കൊണ്ട് മേടിക്കും. പരസ്പരം ഇവർ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് അങ്ങോട്ട് കൊടുക്കും, അവർ കഴിക്കുമ്പോൾ ഇങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെ കുറച്ചിട്ട് അതെന്താ സ്ഥലം എത്തുന്ന പറയാണ്. ഒരു ദിവസം യാത്ര ചെയ്ത് അടുത്ത ദിവസം ഇവിടെ നിന്ന് ബാംബെ ചെല്ലുമ്പോൾ അടുത്ത യാത്ര ഇറങ്ങുന്ന സമയത്തിൽ ഒരു ടാറ്റ പോലും പറയാതെ സ്വന്തം വീട്ടിലെടുത്ത് വേഗം സ്ഥലം വിട്ട് ഓടിപ്പോകും. അതേപോലെയാണ് പ്രപാ പോലെ തണ്ണീർ പന്തലിൽ റെയിൽ യാത്രയിൽ ഒരുമിച്ച് ചേരുന്നത് പോലെയാണ് ഇവിടെ എല്ലാവരും ഒരുമിച്ച് ചേരുന്നത്. പക്ഷേ ഈ ആത്മ നിത്യമാണ്. നിത്യ ആത്മാ അവ്യയ ശുദ്ധ സർവഗ സർവവിത്പര. യഥാ ഈ ആത്മാവിന് ദുഃഖമൊന്നും ഇല്ല. യഥാ അംബസ പ്രചലത. ഇപ്പൊ കുളത്തിന്റെ അടുത്ത് പോയാൽ ഈ കുളത്തടുത്തിരിക്കുന്ന മരങ്ങളൊക്കെ കുളത്തിന്റെ നിഴലിൽ നമുക്ക് കാണാം. വെള്ളത്തിൽ മരങ്ങളുടെ നിഴൽ കാണാൻ സാധിക്കും. ഈ കുളത്തിന്റെ വെള്ളം അണങ്ങുമ്പോൾ ആ മരമും അങ്ങനെ ആടുന്നത് പോലെ തോന്നിപ്പോകും. പക്ഷേ മരത്തിന് ഒരു ഷേക്കും ഇല്ലേ, അത് ആടാതെ അവിടെ നിൽക്കുന്നുണ്ട്. വെള്ളം ആടുമ്പോൾ ആടുന്നത് പോലെ തോന്നണം. ഇവിടെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവോട് ദുഃഖമില്ലേ, ഈ മനസ്സാടുമ്പോഴാണ് ഈ നമുക്ക് ദുഃഖമൊക്കെ അനുഭവിക്കുന്നു. യഥാ അംബസ പ്രചലത തറവോപ്പി. ഇങ്ങനെ ഉദാഹരണത്തോടു കൂടി നല്ല വേദാന്ത ഉപദേശം ഹിരണ്യകശിപു കൊടുക്കുന്നു. ഇത്രയും പഠിച്ചിട്ടും
എന്താ ഇതാണ് അസുര വേദാന്തം പറയാം. അടുത്തവർക്ക് ഉപദേശിക്കാൻ ഗംഭീര ഉപദേശം, സ്വന്തം ജീവിതത്തിൽ അത് കൊണ്ടുപോകില്ലേ. അതാണ് അസുരന്മാരുടെ സ്വഭാവം. അതാണ് ഇവിടെ അസുര വേദാന്തം പറയാൻ കാരണം. ചക്ഷുഷാ ഭ്രാമ്യമേന, നമ്മൾ ഇങ്ങനെ സ്വയം കറങ്ങുമ്പോൾ നമ്മുടെ കണ്ണുകിടി കറങ്ങും. കുറച്ചു നേരം ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ നോക്കിയാൽ ഈ ലോകം മുഴുവൻ കറങ്ങണത് പോലെ തോന്നിപ്പോകും. ചക്ഷുഷാ ഭ്രാമ്യമാണേന് ദൃശ്യതേ ചലതീവ ഭൂഹു ഏവം ഗുണൈഹി ഭ്രാമ്യമാണേ മനസി അവികലപ്പുമാണ്. സംബന്ധപ്പെടാതെ ഈ ആത്മാവായിരിക്കുന്ന ഭഗവാൻ ഈ ഗുണങ്ങൾ കൊണ്ട് മനസ്സ് ചുറ്റുമ്പോൾ ഇയാൾ അത് ബന്ധപ്പെട്ട് സങ്കടപ്പെടുന്നു. ഇതിനൊരു ഉദാഹരണം പറയാം. അത്ര ഉദാഹരണം ഒരു കഥയും കൂട്ടിച്ചേർത്താൻ ഇവിടെ പറയുന്നു. ഉശീനരം എന്ന പേരുള്ള ദേശത്തിൽ സുയജ്ഞൻ എന്ന പേരുള്ള രാജ യുദ്ധത്തിൽ മരിച്ചു. ആ രാജാവ് നിരച്ചും ഭാര്യമാർ ഉണ്ടായിരുന്നു. അവരൊക്കെ ആ ശവശരീരത്തെ കത്തിക്കാൻ പോലും ഇഷ്ടമില്ലാതെ അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരീരം കത്തിക്കാൻ പോലും അനുവദിക്കുന്നില്ല. അപ്പോഴാണ് യമൻ സ്വയം അവിടെ വരുന്നു. തത്രഹ പ്രേതബന്ധൂണാമാശ്രിത്യ പരിദേവിതം ആഹതാൻ ബാലകോ ഭൂത്വാ യമസ്വയമുപാഗത. ഇവിടെ ഒരു യമഗീത വേണമെങ്കിൽ നമുക്ക് പറയാം. 2ാമത്തെ അധ്യായത്തിൽ, സപ്തമസ്കന്ധം 2ാമത്തെ അധ്യായത്തിൽ യമഗീതയാണ്. ഇതിൽ പറഞ്ഞ ഒരു ശ്ലോകമാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. അത് പറയുമ്പോൾ പറയാം. അഹോ അമീഷാം വയസ്സാം. ബാലകനായി പോകാൻ എന്താ കാരണം? കുട്ടികളാകുമ്പോൾ എവിടെ വേണമെങ്കിലും അന്തപ്പുറം വരെ കയറി ചെല്ലാൻ സാധിക്കും. അതുകൊണ്ടാണ് കുട്ടിയുടെ രൂപം സ്വീകരിച്ച് അവിടെ ചെന്നു. അഹോ അമീഷാം വയസ്സാ അധികാനാം. ഞാൻ ചെറിയ കുട്ടിയാണ്, നിങ്ങൾക്ക് എത്ര വയസ്സായി? ഇത്ര വയസ്സായി അവർക്ക് എത്ര അനുഭവം ഉണ്ടാവും? പല മരണവും കണ്ടിട്ടുണ്ടാവും, പല ജനനവും കണ്ടിട്ടുണ്ടാവും. അതുപോലെയാണ് എത്രാഗത തത്രഗതം. എവിടെ നിന്നോ വന്നു, എവിടെ നിന്നോ. ഒരാളിപ്പോൾ 50 വയസ്സായി വിചാരിക്കാം. 50 വയസ്സ് ആളോട് ചോദിക്കാം, നിങ്ങൾക്ക് 50 വയസ്സ് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു? പണ്ടൊക്കെ ഇല്ല പറയും. ഇപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെയാ പറയുന്നത്. 50 വയസ്സിന് ശേഷം എവിടേക്കാ പോകുന്നത് അറിയത്തില്ല. 50 വയസ്സ് മുമ്പ് എവിടെയാണ് അറിയത്തില്ല. 50 വയസ്സിൽ പിന്നെ എവിടേക്ക് പോകാൻ അറിയത്തില്ലേ. അദർശനാത് ആഗത പുനശ്ച അദർശനതാംഗതാഹ അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്ര കാ പരിദേവന. ഭഗവാൻ അതാണ് പറയുന്നു അർജുനനോട്. എവിടെ നിന്നോ വരുന്നു, പിന്നെ എവിടേക്കോ പോകുന്നു. ഇവിടെ ഇരിക്കുന്ന കുറച്ച് കാലം സ്ഥിരമായിട്ട് കണക്കാക്കേണ്ടാം. അതാണ് പറയുന്നു. എത്രാഗത തത്രഗതം മനുഷ്യം. ഒരു ദിവസം നമ്മളും മരിക്കാൻ പോകുന്നു, അത് ഇല്ലാതെ സ്വയം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് അത്ഭുതം. അത്ഭുതം എന്താണെന്ന് ചോദിച്ചു യക്ഷൻ ധർമ്മരാജനോട്. ധർമ്മപുത്രനോട് ഒരു യക്ഷപ്രശ്നം ഒരു മഹാഭാരതത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘട്ടമുണ്ട്. 3 വിഷയങ്ങളാണ് മഹാഭാരതത്തിൽ. സനത്സുജാതീയം, യക്ഷപ്രശ്നം, ഭഗവത്ഗീത. ഇത് 3 വളരെ പ്രധാനപ്പെട്ടതാണ് മഹാഭാരതത്തിൽ. അതിൽ യക്ഷപ്രശ്നത്തിൽ ഏതാണ് അത്ഭുതം ചോദിക്കുന്നു. ഏതാണ് അത്ഭുതം പറഞ്ഞാൽ നമ്മളൊക്കെ പറയും 7 അത്ഭുതങ്ങൾ ലോകത്തിലുണ്ടെന്ന്. അതൊക്കെ ഇവിടെ ധർമ്മപുത്രൻ പറഞ്ഞു കൊടുത്തിട്ടില്ലേ. അത്ഭുതം എന്താണ് ചോദിച്ചാൽ അഹന്യഹണി ഭൂതാനി പ്രവിശന്തി യമാലയം. ഓരോ ദിവസം ജനങ്ങളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുന്നു. അത് പത്രത്തിലും വായിക്കുന്നുണ്ട്, നേരിട്ടും കാണുന്നുണ്ട്. അതുപോലെ ഒരു ദിവസം നമ്മളും മരിക്കും. ഇത് ഓർമ്മയില്ലാതെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇത് തന്നെ ഒരു വലിയ അത്ഭുതം. ഇതാണ് അത്ഭുതം. ചിലപ്പോൾ ചില ആൾക്ക് വൈരാഗ്യം വരാറുണ്ട്. ശ്മശാന വൈരാഗ്യം, പുരാണ വൈരാഗ്യം, ഇങ്ങനെയൊക്കെ ചില സമയത്തിൽ നമുക്ക് വൈരാഗ്യം ജ്ഞാനം ഉണ്ടാവും. ഒരു ശ്മശാനത്തിൽ സുഹൃത്ത് ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചാൽ ശ്മശാന വരണവശലും ഒരുമിച്ച് പഠിച്ചവരാണ് പോയി. ഇതാണ് ലോകം. കുറച്ചു നേരം ആ സങ്കടത്തിൽ കുറച്ചു നേരം വൈരാഗ്യം ഉണ്ടാവും. പിന്നെ വീട്ടിൽ വന്നാൽ പാൽപ്പായസം ഉണ്ടാക്കാൻ പറഞ്ഞ് കുടിക്കും. ഇതാണ് നമ്മുടെ ഗതി. ശ്മശാന വൈരാഗ്യം, പിന്നെ പുരാണ വൈരാഗ്യം. ഇങ്ങനെ ഒരു നല്ല പ്രഭാഷണം ഒക്കെ കേൾക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ, നീ ഇങ്ങനെ എന്നാ മതി, ഇങ്ങനെ തോന്നിപ്പോവും. പിന്നെ വീട്ടിൽ പോയാൽ സീരിയൽ അത് വിട്ടുപോയി, അത് പോയി കാണണം, അങ്ങനെ പോയി. ഇതാണ് പുരാണ വൈരാഗ്യം. പിന്നെ 3ാമത് വൈരാഗ്യം പ്രസവ വൈരാഗ്യം. സ്ത്രീകൾ പ്രസവ വേദനയിൽ അവർ തീരുമാനിക്കും ഇനി വേണ്ട, അടുത്ത കുട്ടി വേണ്ടയാണ് തീരുമാനിക്കും. പിന്നെ കുറച്ച് കാലം പിന്നെ അതൊക്കെ മറക്കും. ഇത് 3 സ്ഥലത്തിൽ വൈരാഗ്യം ഉണ്ടാവും, കുറച്ച് പിന്നെ അത് നശിക്കും. അതുപോലെയാണ് ഇവിടെ അഹോ വയം ധന്യതമായതത്ര ത്യക്താ പിതൃഭ്യാന്ന വിചിന്തയാമഹ അഭക്ഷ്യമാണാബലാവൃക്കാദിഭിഃ സരക്ഷിതാ രക്ഷതിയോ ഹി ഗർഭേ. ഞാൻ കാട്ടിലാണ് ഇരിക്കുന്നു, ചെറിയ ഉണ്ണിയായി, എനിക്കൊരു ആപത്തില്ല. അഭക്ഷ്യമാണ് അവള. ഇവിടെ കാട്ടിൽ ഇരുന്നിട്ടും എന്നെ ചെന്നായികളോ മൃഗങ്ങളോ ഒന്നും എന്നെ സങ്കടപ്പെടുത്തിയിട്ടില്ലേ. എന്താണ് കാരണം? സരക്ഷിത രക്ഷതി. ഗർഭത്തിലിരിക്കുമ്പോൾ രക്ഷിച്ച ഒരാളുണ്ടല്ലേ. ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ പോലും അമ്മയുടെ ആഹാരം കൊണ്ട് ഒരു ട്യൂബ് വഴി ആഹാരമൊക്കെ ഭഗവാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പണ്ട്. അങ്ങനെ ഗർഭത്തിൽ രക്ഷിച്ച ഭഗവാൻ നമ്മളെ രക്ഷിച്ചോളും.
അപ്പോൾ ഈ സുയജ്ഞന്റെ ഭാര്യമാർ ചോദിച്ചു, ഗർഭത്തിൽ രക്ഷിച്ച ആ ഭഗവാൻ ഇപ്പോൾ എന്താ രക്ഷിച്ചിട്ടില്ലേ? ഭഗവാനക്ക് തോന്നണം എപ്പോഴാണ് രക്ഷിക്കണം, എപ്പോഴാണ് അയാളെ പറഞ്ഞു വിടണം. അത് ഭഗവാനക്ക് തോന്നുന്ന സമയത്ത് ചെയ്തോളൂ. ഈച്ഛയേ സഹാസജതീതമവ്യയക. ആ ഭഗവാനോട് സ്വന്തം ഇഷ്ടപ്രകാരം സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, സംഹരിക്കുന്നു. പതിച്ചിതം ഇവിടെ പറഞ്ഞ ഈ 2-ാമത്തെ അധ്യായത്തിൽ 40-ാമത്തെ ശ്ലോകമാണ്. അവിടെ എഴുതി അർത്ഥം വച്ചിട്ടുണ്ട്. പതിച്യുതം തിഷ്ഠതി. അവിടെ നോക്കിയാൽ കാണാം, അവിടെ ഇരിക്കുന്നവർക്ക് അങ്ങനെ തിരിഞ്ഞ് നോക്കിയാൽ കാണാം ആ ശ്ലോകം. പതിച്യുതം തിഷ്ഠതി ദിഷ്ടരക്ഷിതം ഗൃഹേ സ്ഥിതം തദ്വിഹതം വിനശ്യതി ജീവത്യനാഥോപി തദീക്ഷിതോ വനേ ഗൃഹേപി ഗുപ്തോസ്യ ഹതോ ന ജീവതി. നമ്മൾ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ 1000 രൂപയോ 1000 രൂപ പറയുന്നില്ല, ഇപ്പൊ 2000 രൂപ നോട്ട് വന്നു, 2000 രൂപ പൈസ നമ്മുടെ കയ്യിൽ നിന്നും താഴെ വീണു പോയി, അല്ലെങ്കിൽ നമ്മുടെ സുവർണ്ണ ചെയിൻ പൊട്ടി താഴെ വീണു പോയി. നമ്മൾ വീട്ടിൽ ചെന്ന ശേഷം ചെയിൻ എവിടെയോ വീണു പോയി, വീണ്ടും നടന്നു ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നടന്നു വന്നാൽ വഴിയിൽ അങ്ങനെ തന്നെ കിടക്കും, വീണ സ്ഥലത്തിൽ. പതിച്യുതം തിഷ്ഠതി ദിഷ്ടരക്ഷിതം. താഴെ വീണ സാമാൻ വീണ്ടും വരുമ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അവിടെ നമുക്ക് കിട്ടണമെങ്കിൽ അവിടെ ഇരിക്കും. ഗൃഹേ സ്ഥിതം തദ്വിഹതം വിനശ്യതി. വീട്ടിൽ നമ്മൾ സൂക്ഷിച്ച് ലാക്കറിൽ വെച്ചിട്ടുണ്ടാവും. അത് എത്ര സൂക്ഷിച്ച് വെച്ചാലും ഒരു കള്ളൻ എന്തെങ്കിലും വേറെ കള്ളച്ചാവി ഇട്ട് കൊണ്ടുപോകും. ഗൃഹത്തിൽ സൂക്ഷിച്ച് വെച്ചത് ചിലപ്പോൾ നഷ്ടപ്പെടും, വഴിയിൽ വീണത് ചിലപ്പോൾ കിട്ടും. ജീവതി അനാഥോപി ദദീക്ഷിതോ വനേ. കാട്ടിലിരിക്കുന്ന ഒരാൾ അനാഥനായി ജീവിച്ചാലും കാട്ടിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ജീവിക്കും. ഗൃഹേപി ഗുപ്ത. വീട്ടിൽ 4 നഴ്സ് 4 വൈദ്യന്മാർ വെച്ച് നോക്കി വേണ്ടത് ഓക്സിജനൊക്കെ കൊടുത്ത് നോക്കിയിരുന്നാലും ഭഗവാൻ കൊണ്ടുപോകണം തീരുമാനിച്ചാൽ ഗൃഹേപി ഗുപ്തോ അസ്യഹതോ ന ജീവതി. ജീവിക്കില്ലേ. ഇതൊക്കെ ഗംഭീര ഉപദേശമൊക്കെ കൊടുക്കുന്നു. ഇത് ഉപദേശം കേട്ട് അവരൊക്കെ അവിടെ പറയുന്നു അവർക്ക് ദുഃഖങ്ങൾ മാറി. അതേപോലെ ഒരു കഥ, ഇവിടെ കഥയുടെ കൂടിയ കഥ. ഇപ്പൊ ഞാൻ കഥ പറയട്ടെ എങ്ങനെയാണെന്ന്. ഇപ്പൊ ഹിരണ്യകശിപു ഉപദേശം കൊടുക്കുന്നു തൻ്റെ ചെറിയ മകന്റെ തൻ്റെ അമ്മയായ ദിതി അവർക്കും തന്മാത്രം ഋഷാഭാണം, ഈ ഹിരണ്യാക്ഷന്റെ ഭാര്യയായ ഋഷാഭാണു അവരുടെ കുട്ടികൾക്കൊക്കെ ഉപദേശം കൊടുക്കുന്നു. ഹിരണ്യക്ക് ഉപദേശം കൊടുക്കുമ്പോൾ എങ്ങനെ ഉപദേശം കൊടുക്കുന്നു? യമൻ പണ്ട് സുയജ്ഞൻ രാജാവിന്റെ ഭാര്യമാർക്ക് ഉപദേശം കൊടുക്കുന്നതായ ഉപദേശം. അവിടെ ഉപദേശം പറയുമ്പോൾ അവർ കുളിങ്കൻ ഒരു വേടന്റെ കഥയാണ് അവിടെ പറയുന്നു. ഹിരണ്യകശിപു യമധർമ്മരാജ ചെയ്യുന്നതായിട്ട് ഉപദേശം ചെയ്യുന്നു. ഇവിടെ നാരദൻ യുധിഷ്ഠിരനക്ക് പറയുമ്പോൾ ഹിരണ്യകശിപു ഇങ്ങനെ ഉപദേശം കൊടുത്തു ഇങ്ങനെ പറയുന്നു. ശുകാചാര്യൻ പറയുമ്പോൾ യുധിഷ്ഠിരനക്ക് നാരദൻ ഇങ്ങനെ ഉപദേശിച്ചു ഇങ്ങനെ പറയുന്നു. സൂതപൗരാണികൻ ശൗനകാദികൾക്ക് ഇങ്ങനെ ശുകാചാര്യൻ പറഞ്ഞു പറയുന്നു. സൂതപൗരാണികൻ പറയുമ്പോൾ സുഖൻ പരീക്ഷത്തിക്ക് പറയുന്നതായി പറയുന്നു. ശുകൻ പരീക്ഷത്തിന് പറയുമ്പോൾ നാരദൻ ധർമ്മപുത്രനക്ക് പറയുന്നതായി പറയുന്നു. നാരദൻ പറയുമ്പോൾ ഹിരണ്യകശിപു പറയുന്നതായി പറയുന്നു. ഹിരണ്യകശിപു പറയുമ്പോൾ യമധർമ്മ രാജാവ് പറയുന്നതായി പറയുന്നു. യമധർമ്മ രാജാവ് പറയുമ്പോൾ വേറൊരു കഥ പറയുന്നു. ഒരു വേടൻ വേട്ടയാടാൻ പുറപ്പെട്ടു. ആ സമയത്തിനാണ് കുളിംഗ മിഥുനം ലുബ്ധകോ വിപ്നേകശ്ചിത് പക്ഷിണാം നിരിമിതോന്തകഃ വിതത്യജാലം വിദധേ തത്ര തത്ര പ്രലോഭയന്ന്. ഒരു മരത്തിന്റെ അടുത്ത് അമ്മ തന്തപ്പക്ഷി അതുപോലെ അമ്മ അവരുടെ ജോഡിയായ പക്ഷി അതിന്റെ കുട്ടികളൊക്കെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ വല വീശിയപ്പോൾ ആ അമ്മയെയും ആദ്യം കുട്ടികളെ പിടിച്ചു. കുട്ടികളെ പിടിച്ചപ്പോൾ ആ അമ്മ പക്ഷി വിചാരിച്ചു എൻ്റെ കുട്ടികൾക്ക് പോയല്ലോ, ഞാൻ അതിൽ വീഴാമെന്ന് സ്വയം വീണു വലയിൽ. പിന്നെ ആൺപക്ഷി വന്നു. ആ ആൺപക്ഷി എന്താ വിചാരിക്കേണ്ടത്? അവരൊക്കെ വലയിൽ പോയി, നമ്മളെങ്കിലും രക്ഷപ്പെടാൻ വിചാരിക്കണ്ടേ? അവർ എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികൾ പോയല്ലോ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ മരത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വേടൻ ആ പക്ഷിയെ അടിച്ചു കൊണ്ടുപോയി. അതേപോലെയാണ് പോയാളെ വിചാരിച്ച് നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ യമനാകുന്ന വേടൻ നമ്മളെയും കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തതശോചത മായൂജം. ഒരാളെ കുറിച്ച് ദുഃഖിക്കേണ്ട, കുറച്ചു നേരം ദുഃഖിക്കാം. അങ്ങനെ ദുഃഖിക്കാനൊക്കെ ഒരാൾ മരിച്ച ശേഷം ചിരിച്ചിരിക്കാൻ പാടില്ലേ? കുറച്ചു നേരം ദുഃഖിക്കാം, അത് ഓർത്ത് എപ്പോഴും ഇരിക്കാൻ പാടില്ലേ? അതാണ് ഇവിടെ ഉപദേശം കൊടുക്കുന്നു. അതിനുശേഷം ഹിരണ്യകശിപുവിന്റെ ഗംഭീര തപസ്സാണ്. ഇത്ര നേരം എന്താ ഉപദേശം? ശരീരം നശ്വരമാണ്, ആത്മാവാണ് അനശ്വരങ്ങനെ ഉപദേശിച്ച ഹിരണ്യകശിപു ഈ ശരീരം അനശ്വരമാക്കാൻ വേണ്ടിയാണ് പ്രയത്നം ചെയ്യുന്നു. ഭയങ്കര തപസ്. 2 കാൽ തള്ളവരണം ഭൂമിയിൽ കുത്തി, 2 കൈയും ഉയരപ്പിടിച്ച് ഊർധ്വബാഹുർ നഭോദൃഷ്ടികി പാദാങ്കുഷ്ട സുധാവണിഹി. ഗംഭീര തപസ്.
ഇന്ന് ഹിരണ്യ തപസ് കൊണ്ട് ഹിരണ്യ ശരീരത്തിന് ഒരു ധൂമം പുറപ്പെട്ടു വേണമെങ്കിൽ പറയാം. തീ പിടിക്കാൻ തുടങ്ങി. കൂടുതൽ തപസ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ തന്നെ കൂടുതൽ എന്തെങ്കിലും നാമം ജപിച്ച് കൂടുതൽ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ഭയങ്കര ചൂടാവും. അത് ഒരു തപസ്സാണ്. ചൈതന്യദേവന്റെ കഥയിൽ പറയാറുണ്ട്, അദ്ദേഹം നാമം ജപിച്ച് ഇങ്ങനെയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ചൂട്, ശരീരത്തിന്റെ ചൂട് അദ്ദേഹം മറം നോക്കി ഒന്ന് ശ്വസിച്ചാൽ മതി, ആ പച്ച ഇല ഇങ്ങനെ വീഴും, വാടി വീഴും. അത്രയും ഭയങ്കര ചൂടാവും. ഇത് അതേ അതിൽ നല്ല ചൂടുകൊണ്ട്, ജനങ്ങളെ പേടിപ്പിക്കുന്ന ചൂടുണ്ട് തപസ്സിൽ. ഈ അസുരന്മാരുടെ തപസ്സിലൊക്കെ ജനങ്ങളെ പേടിപ്പിക്കുന്ന ചൂടാണ്. ഇപ്പൊ ഗുരുവായൂരിൽ മേൽശാന്തിയായിരിക്കുന്നവർക്ക് ഭയങ്കര ചൂടും ഉണ്ടാവും, അവരുടെ ശരീരം ഭയങ്കര ചൂടാവും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അവർ കുളിക്കണം. എന്താ കാരണം? അവർ അപ്പോൾ ശരിയാവുള്ളൂ. ഭയങ്കര ഇവിടെ ഹേമന്തേ പ്രഥമേ മാസി നന്ദവ്രജ കുമാരികാഹ. ഈ ഹേമന്ത മാസം, ഈ മാസത്തിൽ ഗോപികമാരൊക്കെ രാവിലെ കുളിച്ച് ദേവിയെ കാത്യായനി പൂജ ചെയ്യാറുണ്ട്. ആ സമയത്തിൽ കുളിക്കാൻ വന്ന ഋഷീശ്വരന്മാർക്ക് കാത്തു നിൽക്കും. എന്താ കാരണം? ഈ ഗോപികമാർ ആദ്യം ഒന്ന് കുളിക്കട്ടെ. ഈ നമ്മുടെ കുളത്തിന്റെ വെള്ളമൊക്കെ അത്ര തണുപ്പില്ലേ? ഉത്തരഭാരതത്തിൽ പോകണം ഈ സമയത്തിൽ. ഡൽഹിയിലൊക്കെ യമുനാ തീരത്തിൽ, അവിടെ യമനിൽ കുളിക്കാൻ പറ്റില്ലേ? ആ വെള്ളത്തിൽ കൈവച്ചാൽ ഷാക്കടിക്കും. ഭയങ്കര തണുപ്പാണ്. ആ തണുപ്പുള്ള വെള്ളത്തിൽ ഗോപികമാർ കുളിച്ചാൽ എന്താവും? ആ തണുപ്പ് വെള്ളം ചൂടായും. അതുകൊണ്ട് ഋഷീശ്വരൻ കാത്തിരിക്കും, അവർ ആദ്യം ഗോപികമാർ കുളിക്കട്ടെ, പിന്നെ ഞങ്ങൾക്ക് ചൂടുവെള്ളം കിട്ടില്ലേ. അത്രയും ചൂടായിരിക്കും ഗോപികമാരുടെ ആ വിരഹത്തിന്റെ താപം. അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര അത് ഒരു നല്ല ചൂടാണ്, ഇതൊരു ഭയങ്കര ചൂടാണ്, ജനങ്ങളെ പേടിപ്പിക്കുന്ന ചൂടും. അതുകൊണ്ട് ദേവന്മാർക്ക് ബ്രഹ്മാവോട് പറഞ്ഞു. ബ്രഹ്മാവ് നേരിട്ട് അവിടെ വന്നു. ഹിരണ്യകശിന്റെ വിഷയം എന്താണ്? ആ ബ്രഹ്മാവിന്റെ സ്ഥാനം പിടിക്കണം. കാളാത്മനോശ്ചന, കാളവും ആത്മാവും നിത്യമല്ലേ? അപ്പോൾ കാളമുള്ളത് കൊണ്ട് ഈ ആത്മാവ് നിത്യമായതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ ജന്മത്തിലെങ്കിലും പലതവണ ഞാൻ ശ്രമിച്ചെങ്കിലും ഈ ബ്രഹ്മാവിന്റെ സ്ഥാനം എനിക്ക് കൈപ്പറ്റണം. ഇതാണ് ഹിരണ്യകശിയുടെ സങ്കല്പം. വേഗം പോയി അനുഗ്രഹിച്ചോളൂ. ഉടനെ ഹിരണ്യകശിപു, ദക്ഷൻ, ഭൃഗു മുതലായ മഹർഷിമാരെയും വിളിച്ചുകൊണ്ട് വന്നു. എന്നാൽ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് ബ്രഹ്മാവിന് പോലും. ഈ ഹിരണ്യകശിന്റെ മുന്നിൽ പല ആൾക്കാരെയും കൂട്ടിച്ചേർത്താണ്. ആദ്യം ബ്രഹ്മാവിന്റെ വകയായ ഒരു ഹിരണ്യകശിപു സുപ്രഭാതം. ഉത്തിഷ്ഠോത്തിഷ്ഠ ഭദ്രന്തേ തപസ്സിദ്ധോസി കാശ്യപ വരദോഹമനുപ്രാപ്തോ വ്രിയതാം ഇപ്സിതോ വരഹ. ഉത്തിഷ്ഠ ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ. ഹിരണ്യകശിപു കണ്ണു തുറക്കണില്ലേ? ഭദ്രന്തേ, നിനക്ക് നന്മ വരട്ടെ. അപ്പം കണ്ണു തുറക്കണില്ലേ? തപസ്സിദ്ധോസി, നിന്റെ തപസ് സിദ്ധിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും കണ്ണു തുറക്കണില്ലേ? ഹിരണ്യകശിപു എന്താ വിചാരിക്കുന്നു? അടുത്ത ആരെങ്കിലും മഹർഷി തപസ് ചെയ്തിട്ടുണ്ടാവും. ആ മഹർഷിയോടാണ് ബ്രഹ്മാവ് പറയുന്നു. അവരോട് കൃത്യം ഹിരണ്യകശിപു വിളിച്ച് സംബോധന ചെയ്തു. കാശ്യപ, കശ്യപന്റെ മഹനെ, നിന്റെ തപസ് സിദ്ധിയായി. അപ്പോഴും ഹിരണ്യകശിപു എഴുന്നേറ്റില്ലേ? ഞാൻ ചോദിച്ച വരം കിട്ടുവോ? വരദോഹം അണുപ്രാപ്ത, ഞാൻ വരദനായ ഞാൻ വന്നിട്ടുണ്ട്. നീ ബ്രഹ്മലോകത്തിൽ നിന്നാണ് ഇവിടെ വന്നിട്ടുണ്ടോ? അണുപ്രാപ്ത, നിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ച വരം നിനക്ക് തരാൻ പറ്റുമോ? വ്രിയതാം ഈപ്സിതോ വരഹ, നീ ചോദിച്ച വരം തരാൻ തയ്യാറാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഹിരണ്യകശിപു എഴുന്നേൽക്കുന്നു. പാത്ര ഹിരണ്യകശിപു എള്ളു മാത്രമേ, ശരീരം മുഴുവനും ദംസഭക്ഷ്യ ദേഹസ്യ, എറുമ്പും പ്രാണികളൊക്കെ പുഴുക്കളൊക്കെ അതൊക്കെ ശരീരത്തിലൊക്കെ മാംസം എല്ലാം കടിച്ച് തിന്നുപോയി. അസ്ഥികൾ മാത്രം കിടക്കുന്നുണ്ട്. ബ്രഹ്മാ സൃഷ്ടികർത്തായതുകൊണ്ട് നല്ല വജ്ര ശരീരം കൊടുത്തു. ഹിരണ്യകശിപുവിന്റെ ഗംഭീര സ്തുതി. ഭാഗവതത്തിലാണ് ബ്രഹ്മ വിഷ്ണു ശിവൻ ഭേദമില്ലാതെ എല്ലാവർക്കും ഗംഭീര, എല്ലാവരും പരബ്രഹ്മതത്വമായിട്ട് ഇവിടെ സ്തുതിക്കുന്നു. സ്തുതിച്ച ശേഷം യതി ദാസ്യസ്യ, ഞാൻ ചോദിച്ച തരാൻ പറ്റുമെങ്കിൽ ഇവിടെ നിൽക്കില്ലെങ്കിൽ ഞാൻ വേറെ ആളെ വിളിച്ചോളാം, ഞാൻ തയ്യാറാണ് പറഞ്ഞപ്പോൾ ഉള്ളിലും പുറത്തിലും എവിടെ എനിക്ക് മരണം പാടില്ല, ഞാൻ വരം മേടിച്ചു. വരം മേടിച്ച് ഹിരണ്യകശിപു നേരെ എന്ത് ചെയ്തു? സ്വന്തം ഭാര്യയുടെ അടുത്ത് പോകണ്ടേ? ഞാൻ വരനൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഭാര്യയുടെ അടുത്ത് പോയിട്ടില്ലേ, നേരം സ്വർഗത്തിൽ ചെന്നു. ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, വായു എല്ലാ ദേവന്മാരും ഓരോരോ തൂണിന്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും അഖണ്ഡനാമം ജപിച്ചോളൂ പറഞ്ഞു. ഈ അഹങ്കാര രൂപി പറയാൻ അതാ കാരണം. ഹിരണ്യകശിപുവിന് എന്താ ഭജന പറഞ്ഞു കൊടുത്തു. നമ്മളൊക്കെ രാമ രാമ പാഹിമ പാടാറുണ്ട്. ഹിരണ്യകശിപു പറഞ്ഞു എല്ലാ ദേവന്മാരോടും എല്ലാം കൈ ഇങ്ങനെ ഉയർത്തി ശിരസിൽ പിടിച്ചോളൂ, ഞാൻ പറയുന്ന നാമാവളി എല്ലാവരും ഏറ്റിച്ചൊല്ലൂ. ഹിരണ്യകശിപോ പാഹിമാം, ഹിരണ്യകശിപോ രക്ഷമാം, ഹിരണ്യകശിപോ പാഹി. ഇങ്ങനെ എല്ലാവരും നാമം ജപിച്ചു. അഖണ്ഡ നാമജപം രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 6 മണി വരെ. അപ്പോൾ എല്ലാ ദേവന്മാർക്കും ഇങ്ങനെ നിന്ന് അഭ്യാസമായി. ഇപ്പൊ വീട്ടിൽ വന്നാൽ നമ്മൾക്ക് ഇങ്ങനെയല്ലേ അഭ്യാസം?
ഇങ്ങനെ വെച്ച് വയ്ക്കാൻ പറഞ്ഞാൽ കുറച്ചു നേരം വയ്ക്കാം, പിന്നെ വീണ്ടും ഇങ്ങോട്ട് വയ്ക്കും. ദേവന്മാർക്ക് ഇങ്ങനെ വെച്ച് അഭ്യാസം ആയതുകൊണ്ട് വീട്ടിൽ ചെന്നാലും ഭാര്യയുടെ മുമ്പിലും ദേവന്മാർ ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെ ദേവന്മാരുടെ ബുദ്ധിമുട്ട് പറയാൻ പറ്റാതായി. ഇത് എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം? എന്റെ ഗുരുനാഥൻ പറഞ്ഞു, അഹങ്കാര രൂപിയായി ഹിരണ്യകശിപു പറഞ്ഞാൽ ഈ ഒരു അഹങ്കാരമുള്ള ആളെ ഒന്ന് ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവനേക്കാൾ കൂടുതൽ അഹങ്കാരമുള്ള ആള് വന്നാൽ അയാൾ മാറിക്കോളും. എലിയുടെ ശല്യം മാറണമെങ്കിൽ കൊണ്ട് പാമ്പ് തല പൊക്കിയാൽ മതി, എലി ഓടിക്കോളും. അതുപോലെയാണ് ഈ എലികളെ പോലെയാണ് ഈ ദേവന്മാർ. ഇന്ദ്രൻ, അഗ്നി, വരുണൻ, യമൻ ഒക്കെ അവർ എന്താ വിചാരിച്ചു? ഞങ്ങളാണ് കേമന്മാർ, ഞങ്ങളുള്ളത് കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നു. വിഷ്ണു വെറുതെ ഉറങ്ങിക്കിടക്കുന്നു. ഞങ്ങളാണ് വായു ഭഗവാൻ വിചാരിക്കുന്നു ഞാനാണ് എല്ലാവരും വളർത്തി കൊടുക്കുന്നു. അഗ്നി ഭഗവാൻ വിചാരിക്കുന്നു ഞാനാണ് എല്ലാവർക്കും ചൂട് കൊടുക്കുന്നുണ്ട് പാചകം ചെയ്യാൻ വേണ്ടി. സൂര്യൻ ഞാനാണ് വെളിച്ചം കൊടുക്കുന്നു. ഇങ്ങനെ ഈ ദേവന്മാരൊക്കെ അഹങ്കരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ദേവന്മാരുടെ അഹങ്കാരം കണ്ടപ്പോൾ ഭഗവാൻ വിചാരിച്ചു, ഇവരുടെ അഹങ്കാരം ഒന്ന് മാറ്റണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളെ പറഞ്ഞു വിട്ടാൽ മതി. കാരണം ഇവർ 8 പേർ ഒരുമിച്ച് ചേർന്ന് 10 പേർ ഒരുമിച്ച് ചെയ്യുന്ന കാര്യം ഒരാളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് അടുത്തിരിക്കുന്ന ജയനെ പറഞ്ഞു വിട്ടു, ഒന്ന് പോയിക്കോളൂ ഹിരണ്യകശിപു പോയി. ഇപ്പോൾ എന്താ, ഈ 10 ദേവന്മാർ ചെയ്യുന്ന കാര്യം ഒറ്റയ്ക്ക് ചെയ്തു ഹിരണ്യകശിപു. എന്താ കാരണം? ഒരാളെ അഹങ്കരിക്കാൻ ഭഗവാൻ സമ്മതിക്കില്ല. ദേവന്മാരായാലും അവരുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ തൻ്റെ നാട്ടിൽ നിന്നും പറഞ്ഞു വിട്ടു ജയന്. ഈ ജയൻ ഇവിടെ വന്നു, എല്ലാ ദേവന്മാരെയും നിൽക്കാൻ പറഞ്ഞു. സ്വയം തന്നെ അഗ്നിയായും വായുവായും വരുണനായും ഇരുന്ന് വേണ്ട വിധത്തിൽ മഴ പെയ്ത് വേണ്ട വിധത്തിൽ ഇവിടൊക്കെ ഗംഭീരം വർണ്ണിക്കുന്നുണ്ട് 4-ാമത്തെ അധ്യായത്തിൽ. തസ്മിൻ മഹേന്ദ്രഭവനെ മഹാബലോ മഹാമനാ നിജിത ലോക ഏകരാട്ട് രേമേ അഭിവന്ദ്യാംഗ്രി യുഗസുരാദിഭിഃ പ്രതാപിതൈരൂർജിത ചണ്ഡശാസനഃ ഉപായനപാണി വിനാത്രിഭിഃ. ബ്രഹ്മ, വിഷ്ണു, ശിവൻ ഇവർ 3 പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഹിരണ്യകശിപു ഭജിച്ചുകൊണ്ടിരുന്നു. ഇവിടെ പറയുന്നു നാരദൻ തുമ്പുരു രസ്മദാദയ വിശ്വാസു തുമ്പുരു രസ്മദാദയ. ഞാനും കൂടി കുറച്ചു കാലം ഹിരണ്യകശിപു ഭജന ചെയ്തുകൊണ്ടിരുന്നു. നാരദൻ ഹിരണ്യകശിപു കൊട്ടാരത്തിൽ ചെന്നപ്പോലെ ഹിരണ്യകശിപു വിളിച്ചു, ഇത് എന്താണ്? ഗദായുധമാണോ? നാരദന്റെ വീണ കണ്ടപ്പോൾ ഗദ പോലെ തോന്നി. നാരദൻ വെച്ചത് ഗദയില്ലേ, പാടാനുള്ള വീണയാണ്, ഒരു പാട്ട് പാടും. ഉടനെ നാരദൻ വായി കൊണ്ട് പാടിയിട്ടില്ല, വീണയിൽ പാടി. നാരായണ നാരായണ ജയ ജയ് ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ് ഗോപാല ഹരേ. ഇത് കേട്ടപ്പോൾ ഹിരണ്യകശിപു വളരെ ഗംഭീരായി. എത്ര പ്രാവശ്യം കേട്ടതാണ് വൈകുണ്ഠ പാർഷനായിരുന്ന് പറഞ്ഞു നാരദനോട് ഹിരണ്യകശിപു. എല്ലാ ദിവസവും വൈകുണ്ഠിനോ 5 to 6 1 മണിക്കൂർ നിന്റെ ഭജന ഇവിടെ ആയിക്കോട്ടെ. അതുകൊണ്ട് നാരദനക്ക് പോലും പുറത്ത് പറയാതെ വീണയിൽ പറഞ്ഞു. അപ്പോൾ സന്തോഷത്തോട് ഹിരണ്യകശിപു ചെയ്തു, തന്റെ മോതിരം ഊരി കൊടുത്തു, പിടിച്ചോളൂ എന്റെ മോതിരം. നാരദൻ ആ മോതിരം വാങ്ങി കയ്യിൽ നാരദന്റെ കയ്യിൽ വളപോളായി. ഹിരണ്യകശിപു മോതിരമാണ്, നാരദന്റെ കയ്യിൽ അത് വളപോളായി. എന്നാലുണ്ടട്ടെ, അദ്ദേഹം കൊണ്ടുപോയി. ഈ 1 മണിക്കൂർ സമയം ഹിരണ്യകശിപു പുറത്ത് എവിടെയും പോവാറില്ല. ആ സമയത്തിലാണ് ദേവന്മാർക്ക് ഭഗവാനെ വിളിച്ച് നമസ്കരിക്കുന്നു. തസ്ചേത് നമോസ്തു കാഷ്ഠായൈ യത്രാത്മാ ഹരിരീശ്വരഃ യദ്ഗത്വാ നിവർത്തന്തെ ശാന്താ സന്യാസിനോ മലാഹ. എല്ലാത്തിലും ഹിരണ്യകശിപു വ്യാപിച്ചത് കൊണ്ട് എവിടെയാണെന്ന് ഭഗവാൻ അറിഞ്ഞുകൂടാ. ഭഗവാൻ ഇരിക്കുന്ന ദിക്കിന് നമസ്കാരം. തസ്ചേത് നമോസ്തു കാഷ്ഠായൈ. ഇപ്പോഴും ഭഗവാൻ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അയോധ്യ, വൃന്ദാവനം, പുണ്യക്ഷേത്രങ്ങളൊക്കെ ഭഗവാന്റെ ദിവ്യധാമങ്ങളാണ്. അവർ ഗംഭീര സ്തുതി ചെയ്തു. ഭഗവാൻ പറഞ്ഞു, മാഭീഷ്ട വിബുധശ്രേഷ്ഠാഹ. ദേവന്മാരെ പേടിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. മത് ദർശനം ഹി ഭൂതാനാം. എന്നെ കാണാൻ വേണ്ടി വന്നാൽ അത് എല്ലാവരുടെ നന്മയ്ക്ക് കാരണമാണ്. മത് ദർശനം ഹി ഭൂതാനാം സർവശ്രേയോപവത്തെ. നമ്മളൊക്കെ തിരുപ്പതിയിലും ഗുരുവായൂരും കുറേ നേരം ക്യൂവിൽ നിൽക്കും. 5-6 മണിക്കൂർ ക്യൂവിൽ നിന്ന് പിന്നെ 1 മിനിറ്റ് അവിടെ ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ ചില ആൾ അറിയാതെ കണ്ണടച്ച് പോകും. ഗുരുവായൂരപ്പ അടുത്ത ക്ഷണം നടക്കൂ പറയും, അങ്ങനെ ആകും. പിന്നെ അടുത്ത ക്ഷണം അവിടെ ഭഗവാനെ കണ്ടു, ദർശനം കിട്ടി. എന്ത് കിട്ടി ദർശനം? ഒന്നും കിട്ടിയിട്ടില്ലേ. പക്ഷേ കിട്ടി ദർശനം. ആർക്കാണ്? ഗുരുവായൂരപ്പനക്ക് ഇയാളുടെ ദർശനം കിട്ടി. ദർശനം അങ്ങനെ 1 മിനിറ്റ് ഗുരുവായൂരപ്പൻ നമ്മൾ നോക്കിയില്ലേ, അത് മതി. സർവശ്രേയോപപത്തയെ, എല്ലാ ക്ഷേമവും ഉണ്ടായിക്കോളും. ഇവിടെ പറയുന്നു ഭഗവാൻ ഈ ഹിരണ്യകശിന്റെ കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. യഥാ ദേവേഷു, ദേവന്മാരോടും വേദങ്ങളോടും പശുക്കളോടും ബ്രാഹ്മണന്മാരോടും ആരാണ് ദേഷ്യം ചെയ്യുന്നുവോ അവർ വേഗം നശിക്കും. നിർവൈരായ പ്രശാന്തായ. ഹിരണ്യകശിപു നശിക്കുന്ന കാലം ഒന്നും ഉണ്ടാവും, ആ സമയത്തിൽ നശിച്ചോളും. അപ്പോൾ ഇവർ ചോദിക്കുന്നു, നശിക്കുന്ന കാലം വരണില്ലല്ലോ. അപ്പോഴാണ് ഭഗവാൻ പറയുന്നു, ഹിരണ്യകശിപുന്റെ 4 കുട്ടികളുണ്ട്.
ക്ലാദൻ, അണുഹ്ലാദൻ, സംഹ്ലാദൻ, പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദനെ എപ്പോൾ ദേഷ്യം ചെയ്യുമ്പോൾ പ്രഹ്ലാദന്റെ മഹിമ സ്വയം ഇവിടെ പറയുന്നു. നിർവൈരായ പ്രശാന്തായ സ്വസുതായ മഹാത്മനെ. ഭഗവാന്റെ വായി കൊണ്ട് പറയുന്നു പ്രഹ്ലാദായ ഏതാദൃഹ്യേ ഹനിഷ്യേ വിവരോർജിതം. പ്രഹ്ലാദനെ എപ്പോൾ വധം ചെയ്യാൻ തീരുമാനിക്കുന്നു, ദ്രോഹം ചെയ്യുന്നുവോ പ്രഹ്ലാദനക്ക്, അപ്പോൾ ഞാൻ വധിച്ചേക്കാം. അപ്പോൾ പ്രഹ്ലാദന്റെ ഗുണങ്ങൾ എന്നാണ് ചോദിക്കുമ്പോഴാണ് ബ്രഹ്മണ്യ ശീലസമ്പന്ന. ഇവിടെയൊക്കെ ചെറിയ 5 വയസ്സ് കുട്ടിയുടെ ഇതിവിടെ പറഞ്ഞിട്ടില്ലേ, ഒരു 2 മിനിറ്റ് കൂടി എടുക്കാം. ബ്രഹ്മണ്യ ശീലസമ്പന്ന സത്യസന്ധ ജിതേന്ദ്രിയ ആത്മവത് സർവഭൂതാനാം ഏക പ്രിയ സുഹൃത്തമ. പ്രഹ്ലാദന്റെ ഗുണങ്ങളൊക്കെ പറയുന്നു. ഗുണൈഹി അലം. ഗുണങ്ങളെ മുഴുവനും പറയാൻ പറ്റില്ലേ. മാഹാത്മ്യം തസ്യ സൂച്യത്തെ. ഭഗവാനടുത്തിൽ ദൃഢമായ ഭക്തി. കുട്ടികളെപ്പോഴും കളിപ്പാട്ടം കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കും. കളിപ്പാട്ടല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ വെച്ചിട്ടുണ്ടാവും. ന്യസ്ത ക്രീഡനകോപാള. സാധനമൊക്കെ ഉപേക്ഷിച്ച്, ബാളക്രീഡനങ്ങളൊക്കെ ഉപേക്ഷിച്ച് എപ്പോഴും കൃഷ്ണ ഓർത്ത് ആസീന പര്യടന് ക്വചിത് ദ്രുതതി വൈകുണ്ഠ ചിന്താ സബലചേതന. ചിലപ്പോൾ കരയാറുണ്ട്, ചിലപ്പോൾ ചിരിക്കാറുണ്ട്. ഇന്നലെ സ്വാമിജി പറഞ്ഞില്ലേ, മിക്കവാറും കരയുന്ന ഭക്തന്മാരെയെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ. അത് കരയുന്ന ഭക്തനുണ്ട്, ചിരിക്കുന്ന ഭക്തന്മാരുണ്ട്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. ക്വചിത് ഹസതി. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മളും ചിരിക്കണം, അടുത്തവരെയും ചിരിപ്പിക്കണം. ഇത് പറഞ്ഞിട്ട് ബസ്സിൽ പോകുമ്പോൾ എന്താ ശർമാജി പറഞ്ഞു ചിരിക്കാൻ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ബസ്സിൽ പോകുമ്പോൾ ചിരിക്കരുത്. പിന്നെ ചോദിക്കാൻ എങ്ങടെയാണ്, സത്രത്തിന് പോയി വന്നു. അതാണ് ഞാൻ കുഴപ്പം. സത്രത്തിൽ പോയാൽ ഇങ്ങനെ ചിരിക്കലും ഒറ്റയ്ക്ക് ചിരിക്കാൻ തുടങ്ങും. പിന്നെ സത്രത്തിന്റെ പേര് കെടുത്തരുത്. ഇപ്പൊ വിഷയം എന്നാ, നമ്മൾ സ്വയം ഭഗവാന്റെ ഗുണങ്ങളെ ആലോചിച്ച് ചിരിക്കണം, എല്ലാവരും ചിരിപ്പിക്കണം. ഭഗവാന്റെ നാമങ്ങൾ തുള്ളിച്ചാടാറുണ്ട്. ഭക്തന്മാർക്ക് ചൈതന്യ ഫോട്ടോ കണ്ടോളൂ, ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ച് ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വിലജ്ജ ഉദ്ഗായതി നൃത്യതേച്ച മത്ഭക്. ഇന്നലെ സ്വാമിജി പറഞ്ഞ ശ്ലോകമാണ്. ലജ്ജ വിട്ട് ഉറക്കെ പറഞ്ഞ് ഉദ്ഗായതി നൃത്യതേച്ച മത്ഭക്തിയുക്ത. അങ്ങനെ ഒരു ഭക്തൻ കിട്ടിയാൽ മതി. എനിക്ക് ഒരു ചൈതന്യൻ മതി, ഒരു പ്രഹ്ലാദൻ മതി. ഒരു ആളെ കൊണ്ട് ഈ ഭുവനം, ഈ ലോകം മുഴുവൻ ഞാൻ ശരിയാക്കിക്കോളാം എന്ന് ഭഗവാൻ പറയുന്നു. വിസൃജ്യ ലജ്ജാം യോധീതേ മന്നാമാണി. നിരന്തരം ലജ്ജ വിട്ട് നിരന്തരം ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചാൽ മതി. കുളകോടി, അവിടെ കൂട്ടത്തിൽ കോടി പേർ ധന്യരാവും. അതുകൊണ്ടാണ് അഹങ്കാരരൂപിയായ ഹിരണ്യകശിപു പോലും പ്രഹ്ലാദന്റെ മഹിമ കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഇതിന് നമുക്ക് എന്താ പഠിക്കേണ്ടത്? ഹിരണ്യകശിപു പോലെ അഹങ്കരിക്കാൻ പാടില്ല, പ്രഹ്ലാദനെ പോലെ ദാസനായി ഇരിക്കാൻ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇതിൻ്റെ സാരം ഇപ്പോൾ ഒരു ഭാഗവത കീർത്തനം ചൊല്ലി സമർപ്പിക്കാം. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാകൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത കലിമലഹരണം ത്വാം ശ്രുത്വാ കൈവല്യസുഖപ്രദം കൃഷ്ണപ്രേമനിമഗ്നോ രാജാ കൃഷ്ണപദാംബുജമാപ ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാകൃഷ്ണസ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. जय बोलो भागवत भगवान की जय. जय बोल सद्गुरु महाराज की जय. स्वस्ति प्रजाभ्यः परिपालयन्तां न्याय्येन मार्गेण महीं महिषाः गोब्राह्मणेभ्यः शुभमस्तु नित्यं. लोकाः समस्ताः सुखिनो भवन्तु. कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै നാരായണായേതി സമർപ്പയാമി. രാധേശ്യാം രാധേശ്യാം രാധേശ്യാം. എല്ലാവരും പ്രഹ്ലാദനെ പോലെ സ്വന്തം കുട്ടികളെ കൊണ്ടുവന്ന് നല്ലവരാക്കിയാൽ പിന്നെ നാട് നന്നാവും.
അതിനുവേണ്ടി ഭൂമാനന്ദ സ്വാമികൾ പ്രയത്നം ചെയ്യുന്നു. അതിന് എല്ലാവരും പങ്കാളിയാവണം. രാധേശ്യാം.